ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് എനിക്ക് തോന്നുന്നു 4 ടോപ്പിക്ക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വെറും 4 ടോപ്പിക്ക് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അതിൽ കുറച്ച് ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. അതിനകത്ത് വന്നിരിക്കുന്നത് ഒന്നാമത്തത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഫോക്കസ് പോയിന്റ് പറയുന്നില്ല. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. രണ്ടാമതായിട്ട് അതിൽ പ്രതിപാദിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. പിന്നെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ലാസ്റ്റ് വൺ സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷനകത്ത് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒരു ബോഡി ഒരു ലെവൽ സർക്കുലാർ റോഡിലൂടെ പോകുന്ന ഒരു ബോഡിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡും, അതുപോലെ തന്നെ ഒരു ബാങ്ക്ഡ് റോഡിലൂടെ ഒരു ബോഡിക്ക് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡും, ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത്രയും കാര്യങ്ങളൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞു തന്നിട്ട് നമുക്കിത് പ്രോബ്ലത്തിലോട്ട് നേരെ കടക്കാം. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് തോന്നുന്നത് അല്ലേ? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷനായിട്ട് 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഓഫ് റോഡും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെറിവേഷനുമാണ്. നമുക്കറിയാവുന്നതാണ്. 3 മാർക്ക് 4 മാർക്ക് വരെ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് ബാങ്കിങ് ഓഫ് റോഡ്. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെറിവേഷൻ പഠിക്കാതെ നിങ്ങൾ പോകരുത്. അത് പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് നമ്മൾ കിടക്കുകയാണ്. നമുക്ക് ആദ്യം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാം എന്താണ് ഫോഴ്സ് എന്നും കാര്യങ്ങളൊക്കെ. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നമുക്ക് തുടങ്ങാം. സെക്കൻഡ് ലോ ആണ് ഫോക്കസ് പോയിന്റ് പറയുന്നെങ്കിലും ഫസ്റ്റ് ലോയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ലോ എന്ന് വെച്ചാൽ ലോ ഓഫ് ഇനർഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ലോ പറയുന്നത് ഏതൊരു വസ്തുവിനും അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ഏതൊരു വസ്തുവിനും അതിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥ, സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും, അവസ്ഥ എന്ന് മലയാളത്തിൽ പറയും. ഒരു വസ്തുവിൻ്റെ സ്റ്റേറ്റിന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ഇന്റേണൽ ഫോഴ്സ് അല്ല, എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു കാറിൻ്റെ അകത്തിരുന്ന് നമ്മൾ കാറിനെ തെള്ളുവാണെങ്കിൽ അത് ഇന്റേണൽ ഫോഴ്സ്. ഒരു കാറിൻ്റെ പുറത്തിരുന്ന് കാറിനെ തെള്ളുവാണെങ്കിൽ അത് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ആർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ? എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നമ്മൾ ആ വണ്ടീനെ തെള്ളുവാണ്. നമ്മൾ കാറിൻ്റെ അകത്തിരുന്ന് തെള്ളോ പുറത്തിരുന്ന് തെള്ളോ? സ്വാഭാവികം നമ്മൾ പുറത്തിരുന്ന് തെള്ളത്തുള്ളൂ. കാരണം എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ ഒരു ബോഡിയുടെ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ഇതാണ് എവിടെ പറയുന്നത്? ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ മാസ് കൂടിയാൽ ഇനർഷ്യ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഫസ്റ്റ് ലോ പറയുന്നത്. നമുക്ക് പക്ഷേ ഫസ്റ്റ് ലോ പഠിക്കാനായിട്ടില്ല. ഇനി നമ്മൾ സെക്കൻഡ് ലോയിലോട്ടാണ് പോകുന്നത്. ഫോക്കസ് പോയിന്റിനകത്ത് ആദ്യമായി പറയുന്ന ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ മെയിനായിട്ട് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചാണ്. അപ്പം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ ഫോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ബോഡിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എന്ത് കൊടുക്കണം? ഒരു ഫോഴ്സ് കൊടുക്കണം, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ബോഡിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന സംഗതിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഫോഴ്സിന് ഒരു എക്സ്പ്രഷൻ, ഒരു ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ തന്നതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് മൊമെന്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മൊമെന്റം, ഒരു കല്ല് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദേഹത്തോട്ട് ഒരു കല്ല് നമ്മൾ വലിച്ചെറിയുകയാണ്, നമുക്ക് വേദന അനുഭവപ്പെടും അല്ലേ? കുറച്ചുകൂടെ വലിയ കല്ലാണെങ്കിലും നല്ല വേദന അനുഭവപ്പെടും. കുറച്ചുകൂടെ വലിയ കല്ലാണെങ്കിൽ നമ്മൾ ചത്തുപോകും സ്വാഭാവികമായിട്ടും അല്ലേ? അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ കല്ല് നമ്മുടെ ദേഹത്ത് വന്ന് നമ്മുടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു എന്തോ വേദന അനുഭവപ്പെടും നമുക്ക് അല്ലേ? ഒരു എഫക്റ്റ് കിട്ടും. ആ ഒരു എഫക്റ്റിനെയാണ് മൊമെന്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മൊമെന്റം കൂടണമെന്നുണ്ടെങ്കിൽ, ആ എഫക്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കല്ലിൻ്റെ മാസ് കൂടിയിരിക്കണം. മാസ് കൂടണം നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ബുള്ളറ്റിൻ്റെ കേസ് എടുക്കുകയാണ്. നമുക്കറിയാം ബുള്ളറ്റ് എന്ന് പറയുന്നത് വെറും 10 ഗ്രാം, വളരെ ചെറിയ മാസമാണ് അതിനുള്ളത്. 10-20 ഗ്രാമാണ് ഒരു ബുള്ളറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ ബുള്ളറ്റ് കൊണ്ട് ഒരാളെ കൊല്ലാൻ സാധിക്കും. അതെങ്ങനെയാണ്? ബുള്ളറ്റ് നമ്മുടെ ശരീരത്തോട് തുളച്ചു കയറി പോകും. അപ്പം ബുള്ളറ്റിന് മാസ് കുറവാണ്, പക്ഷേ ബുള്ളറ്റിന് എന്ത് കൂടുതലാണ്? വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ ആ എഫക്റ്റ് 2 ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. മാസിനെയും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും.
അപ്പോൾ മൊമെന്റത്തിന്റെ ഇക്വേഷൻ, മൊമെന്റത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്യുന്നത്. മൊമെന്റം പി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇതാണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml(T⁻⁻1) ആണ് മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു ബി ആണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലൂടെ നമുക്ക് കടക്കാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് ഈ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ബോഡിക്ക് ഫോഴ്സ് കൊടുക്കണം. ബോഡിക്ക് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ബോഡിയുടെ മൊമെന്റം ചേഞ്ച് ആകുന്നത്. നമുക്കറിയാം, ഒരു ബോഡിക്ക് ഫോഴ്സ് കൊടുത്തു, നമുക്കറിയാം ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ വെലോസിറ്റി മാറുക എന്ന് പറയുന്നത് നമ്മുടെ മൊമെന്റത്തിന് എന്തുണ്ടായി? മാറ്റം ഉണ്ടായി. അപ്പോൾ ഒരു വസ്തുവിന്റെ മൊമെന്റത്തിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് നമ്മൾ അങ്ങനെ കൊടുക്കുന്ന ആ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dv/dt എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് d/dt? റേറ്റ് ഓഫ് ചേഞ്ചിനാണ് d/dt എന്ന് പറയുന്നത്. അപ്പോൾ dp/dt എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന കലാപരിപാടി, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യും, ഇൻറ്റു എന്താണ്? dp/dt. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി F ഈസ് ഈക്വൽ ടു എന്താണ്? dp/dt. ഓക്കെ, അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ചോദിച്ചാൽ പറയുക, ഈ ഇക്വേഷൻ ഓർത്ത് നോക്കുക, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു dp/dt. ഇവിടെ നിന്നും 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിറൈവ് ദ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. F ഈസ് ഈക്വൽ ടു എന്താണ്? ma. F ഈസ് ഈക്വൽ ടു ma ഇങ്ങനെ ചോദിക്കുന്നത്. ഡിറൈവ് ദ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു ma ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നും F ഈസ് ഈക്വൽ ടു ma ഡിറൈവ് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ നമുക്കറിയാം, ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം F ഈസ് ഈക്വൽ ടു വി നോ ദാറ്റ് F ഈസ് ഈക്വൽ ടു dp/dt ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ദെൻ എന്തിട്ട് കൊടുക്കുക? പിക്ക് പകരം നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? m ഇൻറ്റു വി ഇട്ട് കൊടുക്കുക, ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? dt കൊടുക്കുക, എമ്മിനെ പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dv/dt എന്ന് കിട്ടും. dv/dt എന്ന് വെച്ചാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. F ഈസ് ഈക്വൽ ടു ma. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് കഴിഞ്ഞു? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ കഴിഞ്ഞു. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ ഫോക്കസ് പോയിന്റിലെ രണ്ടാമത്തെ ടോപ്പിക്കായ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? മൊമെന്റത്തിനെ കുറിച്ചാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ആക്ക സംരക്ഷണ നിയമം എന്ന് മലയാളത്തിൽ പറയും. മൊമെന്റത്തിന്റെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ആക്കം എന്നാണ് വിളിക്കുന്നത്. ആക്ക സംരക്ഷണ നിയമത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പറയുന്ന ഒന്നുമില്ല മക്കളെ, നമുക്കറിയാം ഒരു വസ്തുവിന്റെ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ നേരെ തിരിച്ചു ചിന്തിച്ചേ. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ ബോഡിയുടെ എന്ത് മാറത്തില്ല? മൊമെന്റം മാറത്തില്ല, സ്വാഭാവികം. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ഇഫ് there is no external force, നമ്മളൊരു വസ്തുവിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അവിടുത്തെ മൊമെന്റത്തിന് മാറ്റമില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം വളരെ സിമ്പിൾ ഡെഫിനിഷൻ. ഇഫ് there is no external force, the total momentum remains constant. ഓക്കെ, ഇവിടെ നിന്ന് ചോദിക്കും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇവിടെ നിന്നും വരും 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണെന്നറിയാവോ? പ്രൂഫ് ആണ് ചോദിക്കുന്നത്. പ്രൂവ് ദാറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ ആദ്യം പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നാണ് നമ്മൾ F ഈക്വൽ ടു ma ഡിറൈവ് ചെയ്തത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നാണ് നമ്മൾ എന്തും ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അങ്ങ് എഴുതുക. F ഈസ് ഈക്വൽ ടു വി നോ ദാറ്റ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ F ഈസ് ഈക്വൽ ടു മക്കളെ പറ dp/എന്താണ്? dt ആണ്. ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇനി തീർന്നില്ല. ഇവിടെ നമ്മൾ പിക്ക് വരെ എം എന്ന് ഇട്ട് കൊടുക്കരുത്. അത് അവിടെ. ഇവിടെ എന്താണ് നമ്മുടെ ആ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പറയാൻ എന്താണ്? ഇഫ് there is no external force, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ,
എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിലല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഓക്കെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഇക്വേഷനകത്ത് ഫോഴ്സ് എന്താവും, 0 ആവും. ഈക്വൽ ടു എന്ത് വരും, ഡി പി ബൈ എന്താണ്, ഡി ടി എന്ന് വരും. സിമ്പിൾ ആണ്. അപ്പം നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് പോർഷൻ നമ്മളിങ്ങ് എടുത്തു. എന്താ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഫസ്റ്റ് പോർഷൻ സാറിന് കടമെടുത്തു. എന്താണ്, ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. അടുത്ത പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് വെച്ച് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്, എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി ഡി ടിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡി ടി ഇൻറ്റു 0 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി പി ഈക്വൽ ടു 0 എന്ന് കിട്ടി. കണ്ടോ, ഡി ടിനെ 0 ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഡി പി ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താണ്, ഡി പി എന്താണ്, ഡി പി എന്താണ്, 0 ആണ്. ഡി പി 0 ആണെന്ന് വെച്ചാൽ എന്താ ഡി പി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റം. അതായത് മൊമെന്റത്തിന്റെ ചേഞ്ച് 0 ആയി. ഒരു വസ്തുവിന് ചേഞ്ച് 0 ആണെന്ന് വെച്ചാൽ ആ വസ്തുവിന് ചേഞ്ച് ഇല്ലെന്നല്ലേ അർത്ഥം. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു 500 രൂപയുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 500 രൂപയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന രൂപയ്ക്ക് എന്തില്ല, ചേഞ്ച് ഇല്ല. ദർ ഈസ് നോ ചേഞ്ച്. മനസ്സിലായോ, അവിടെ ചേഞ്ച് ഇല്ല. അപ്പൊ മൊമെന്റത്തിന് ചേഞ്ച് ഇല്ല. ഡി പി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അവിടെ ചേഞ്ച്, മൊമെന്റത്തിന്റെ ചേഞ്ച് 0 എന്ന് വെച്ചാൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ നമുക്ക് പറയാം ഡി പി ഈക്വൽ ടു 0 ആണെങ്കിൽ കണ്ണും കൂട്ടി പറയാം മൊമെന്റം എന്തായിരിക്കും, മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതാണ് പ്രൂഫ്. 4 സ്റ്റെപ്പിൽ പരിപാടി വരും. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എവിടുന്ന് ഡിറൈവ് ചെയ്തു, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഇവിടെ നിന്നും അടുത്ത ഒരു പ്രാക്ടിക്കലായിട്ടൊരു പ്രോബ്ലം വരുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് റീകോയിൽ ഓഫ് ഗണ്ണാണ്. ന്യൂട്ടൺ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു സംഗതിയാണ് എന്താണ്, റീകോയിൽ ഓഫ് ഗൺ. റീകോയിൽ ഓഫ് ഗൺ എന്താണ്, റീകോയിൽ ഓഫ് ഗൺ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിക്കുന്നതാണ്, പ്രോബ്ലം ചോദിക്കാനും സാധ്യതയുണ്ട്. റീകോയിൽ ഓഫ് എന്താണ്, ഗൺ. ഓക്കെ, അപ്പോൾ റീകോയിൽ ഓഫ് ഗണ്ണിലോട്ട് നമുക്കൊന്ന് കടന്നില്ല. റീകോയിൽ ഓഫ് ഗൺ എന്താണ്, റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. തോക്ക് അല്ലേ, നമ്മൾ തോക്കത്തില്ല എന്ന് പറഞ്ഞാൽ എക്സാമിൽ നമ്മൾ പൊട്ടി എന്താവും, പാളീസായി പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന തോക്ക്, ഈ തോക്കിൽ എന്തുണ്ട്, ഉണ്ടയുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ഉണ്ടയാണോ, അല്ല, വെടിയുണ്ടയുണ്ട്. ഈ തോക്കിൽ എന്തുണ്ട്, വെടിയുണ്ടയുണ്ട്. തോക്കിൽ വെടി പൊട്ടിച്ചു. തോക്കിൽ വെടി പൊട്ടിക്കുമ്പോൾ തോക്കിൽ നിന്നും വെടിയുണ്ട് എന്ത് ചെയ്യും, ചീറിപ്പാഞ്ഞൊരു പോക്ക് പോകും അല്ലേ, ഒരു 1.5 പോക്കാ പോകുന്നത്. ഓക്കെ, ബുള്ളറ്റ് തോക്കിൽ നിന്നും പുറത്തോട്ട് പോകുന്നു. ഓക്കെ അല്ലേ. ഈ ബുള്ളറ്റും അതുപോലെ തന്നെ തോക്കിനെയും ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് സങ്കല്പിക്കുക. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ, അവന്മാരെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല. ആ ഒരൊറ്റ സിസ്റ്റമായിട്ടാണ്, വേറെ എക്സ്റ്റേണൽ ആയിട്ട് അവിടെ ഫോഴ്സ് ഒന്നുമില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം മീൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അതിനെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം വെടി പൊട്ടിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ബുള്ളറ്റ് എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. ബുള്ളറ്റ് പോകുന്ന ഒരു ഹൈ വെലോസിറ്റി ആണ് അല്ലേ. ആ ബുള്ളറ്റ് പോകുന്ന ആ ഹൈ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് മസിൽ വെലോസിറ്റി. എന്താണ്, മസിൽ 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 വെലോസിറ്റി. ഹൈ വെലോസിറ്റി ആയിരിക്കും. ആ വെലോസിറ്റി ചീറിപ്പാഞ്ഞാണ് നമ്മുടെ ശരീരത്തോട് കയറി പോവുകയും നമ്മൾ അവസാനം കാഞ്ഞ് കീഞ്ഞു പോവുകയും ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതേ സമയത്ത് തന്നെ നിങ്ങൾ PUBG ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും എന്താണ്, ഈ ഗൺ എന്ത് ചെയ്യും, അതേ സമയത്ത് തന്നെ പുറകിലോട്ടും വരും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പുറകിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഗ്രിപ്പൊക്കെ യൂസ് ചെയ്യും. PUBGക്കകത്ത് ഗ്രിപ്പൊക്കെ പോയിട്ട് പുറക്കി കാണാം. എന്തിനു വേണ്ടി അങ്ങനെ എടുക്കുന്നത്, നമുക്ക് സ്റ്റേബിളായിട്ട് വെടിവെക്കാൻ പറ്റണം. നമ്മളിപ്പം AK-47 ഒക്കെ എടുത്ത് നമ്മൾ PUBGക്കകത്തിരുന്ന് വെടിവെക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ ഗ്രിപ്പൊന്നും ഇല്ലെങ്കിൽ കൈ അങ്ങ് ഷിവറിങ് ആയിട്ട് എന്താ സംഭവിക്കുന്നത്, നമുക്ക് എയിം കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഒരു സിംഗിൾ ഷോട്ടൊക്കെ വെക്കാൻ പറ്റും, കണ്ടിന്യൂസ് ഷോട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്, റീകോയിലിംഗ് ഉണ്ട്, തിരിച്ച് കണ്ണിങ്ങനെ പുറമോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു സ്റ്റേബിൾ ആവും, റീകോയിൽ കുറക്കാൻ പറ്റും. ഓക്കെ അല്ലേ. നിങ്ങളവിടെ കണ്ടു കാണും, അതിനകത്ത് നമ്മൾ താഴെ നിന്ന് പറക്കിയെടുക്കുന്ന കുറേ സാധനമുണ്ട്. ഇതിൽ അണ്ണാച്ചികൾ പറക്കുന്ന പോലെ എന്ത് ചെയ്യും, ഇതിലെ കുപ്പിയും പാട്ടയും പറക്കുന്ന പോലെ ഒരു ബാറ്റിൽ ഫീൽഡിൽ പോയിട്ട് നമ്മൾ സാമാനങ്ങളൊക്കെ പറക്കിയെടുക്കും വൃത്തികെട്ടവന്മാർ. എന്തെങ്കിലും ആട്ടെ, പറക്കി ശീലമുള്ളവർക്ക് പറ്റിയ കളിയാണ് എന്ത്, PUBG കളി. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല. അപ്പം ഗണ്ണ് പുറകിലോട്ട് വരും. ഗണ്ണ് പുറകിലോട്ട് വരുന്ന ആ ഗണ്ണിൻ്റെ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് വെലോസിറ്റിയാണ്, റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി എന്ത് വെലോസിറ്റിയാണ്, റീകോയിൽ വെലോസിറ്റി. അതൊരു ചെറിയ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ,
ബുള്ളറ്റിന്റെ വെലോസിറ്റി ഡെറിവേറ്റ് ചെയ്യാൻ ചോദിക്കും, ഗണ്ണിന്റെ വെലോസിറ്റി ഡെറിവേറ്റ് ചോദിക്കും ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ രണ്ട് കേസായിട്ട് എടുക്കുന്നത്, ഇത് ബിഫോർ ഫയറിംഗ്, ഇത് ആഫ്റ്റർ ഫയറിംഗ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പ്രകാരം ബൈ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. കാരണം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. അതായത് വെടിവെക്കുന്നതിന് മുമ്പുള്ള മൊമെന്റവും വെടിവെച്ചതിന് ശേഷമുള്ള മൊമെന്റം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് പറയാം ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, LCP എന്ന് എഴുതി വെക്കല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നമുക്ക് പറയാം മൊമെന്റം പി എന്ന് വെച്ചാൽ മൊമെന്റം ആണ്. മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇങ്ങനെ എഴുതി വെക്കല്ലേ, എക്സാമിന് മാർക്ക് എടുത്തില്ല, ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. ഓക്കെ അല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് കത്തിയായിട്ട് എഴുതാം. കൺസിഡർ എ ഗൺ ആൻഡ് എ ബുള്ളറ്റ് സിസ്റ്റം ഈസ് ഇൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? കത്തി എഴുതി വെക്കാം. ദെയർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് കത്തിയൊക്കെ മുകളിൽ വേണമെങ്കിൽ ഒരു പുട്ടിന് പീര എന്നൊക്കെ പറയുന്ന പോലെ ബിരിയാണിക്ക് മറ്റേ എന്താ നിറം നമ്മൾ കൊടുക്കത്തില്ലേ, മഞ്ഞ നിറമൊക്കെ കൊടുക്കത്തില്ലേ, അല്ല ഗുണമൊന്നുമില്ല, പക്ഷെ അത് വേണം, എന്നാലും ഒരു സുഖമുള്ളു കാണാനൊക്കെ അല്ലേ? അത് തന്നെ. ഓക്കെ, അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക? ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് എഴുതി വെക്കുക. നമുക്ക് വേണ്ട പോയിന്റ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു മൊമെന്റം എന്താണ്? ആഫ്റ്റർ ഫയറിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബിഫോർ ഫയറിംഗ് വെടിവെക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഡ്രസ്സിലല്ലേ? ഗണ്ണും ഡ്രസ്സിലാണ്, ബുള്ളറ്റും ഡ്രസ്സിലാണ്. അപ്പോൾ മൊമെന്റം ബിഫോർ ഫയറിംഗ് മൊട്ടയായിട്ട് എടുക്കാം. ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് വെടിവെച്ചതിന് ശേഷം രണ്ടുപേരും മോശനിലാണ്. ഒരാൾ മുന്നോട്ട് പോകുന്നു, ഒരാൾ പുറമോട്ട് വരുന്നു, ഒരാൾ മുന്നോട്ട് പോകുന്നു, ഒരാൾ എങ്ങോട്ട് വരുന്നു? പുറകിലോട്ട് വരുന്നു അല്ലേ? അപ്പോൾ മുന്നോട്ട് പോകുന്ന ആളുടെ മൊമെന്റം എന്താണ്? ബുള്ളറ്റിന്റെ മാസിനെ സ്മോളം, ഗണ്ണിന്റെ മാസിനെ ക്യാപിറ്റലും എന്ന് വിളിച്ചാൽ മുന്നോട്ട് പോകുന്ന ബുള്ളറ്റിന്റെ മൊമെന്റം എന്തായിരിക്കും? സ്മോളം സ്മോൾ വി, മാസിന്റെ വെലോസിറ്റി അല്ലേ മൊമെന്റം, പ്ലസ് ഗണ്ണിന്റെ മൊമെന്റം എന്തായിരിക്കും? ഗണ്ണിന്റെ മാസ് ഇൻറ്റു ഗണ്ണിന്റെ വെലോസിറ്റി. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് ഗണ്ണിന്റെയോ ബുള്ളറ്റിന്റെയോ ആരുടെ വെലോസിറ്റി വേണമെങ്കിലും കണ്ടുപിടിക്കാം, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ബുള്ളറ്റിന്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ സ്മോൾ വി ആണ്. സ്മോൾ വി ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് നമുക്ക് എം വിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് എന്താവും? എം വി ആവും. പിന്നെ സ്മോൾ എമ്മിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ബുള്ളറ്റിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗണ്ണിന്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കാം. ഗണ്ണിന്റെ വെലോസിറ്റി മൈനസ് എം വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം വരും. ഓക്കെ, ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റത്തിലെ ആപ്ലിക്കേഷൻ വരുന്ന സംഗതിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ഫോക്കസ് പോയിന്റിൽ പറയാതെ തന്നെ, പക്ഷെ എന്നിരുന്നാൽ കൂടിയും ലോ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. അതിന്റെ പേരാണ് ഇമ്പൾസ്. എന്തോ? ഇമ്പൾസ്. അടുത്ത ടോപ്പിക്കാണ് ഇമ്പൾസ്. ഒരു വല്ലാത്തൊരു പൾസാണ് ഇമ്പൾസ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആണ് ഇമ്പൾസ്. എടാ, നിങ്ങൾ ഈ ആണി തറച്ചിട്ടുണ്ടോ? ഭിത്തിയിൽ ആണി നമ്മൾ വലിയൊരു ഫോഴ്സ് ഒരു ചെറിയ ടൈമിലല്ലേ നമ്മൾ കൊടുക്കുന്നത്? ആ സംഗതിനെ വിളിക്കുന്നതാണ് ഇമ്പൾസ്. പെട്ടെന്നൊരു ഫോഴ്സ് വന്ന് ഒരു ബോഡിനെ സ്ട്രൈക്ക് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് വെച്ചാൽ എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഒരു വലിയ ഫോഴ്സ് ഒരു വളരെ ചെറിയൊരു ടൈമിൽ ഒരു വസ്തുവിനെ വന്ന് കൊളൈഡ് ചെയ്താൽ, സ്ട്രൈക്ക് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പൾസ്. എന്താണ് ഇമ്പൾസ്? എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ ഇമ്പൾസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് എന്ന് വെച്ചാൽ ഒരു വലിയ ഫോഴ്സ് ഒരു വളരെ ചെറിയൊരു ടൈമിൽ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഇമ്പൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഐ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇമ്പൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇമ്പൾസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. നമ്മൾ ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമ്പൾസിന്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഇമ്പൾസും മൊമെന്റുമായിട്ട് റിലേഷൻ ഉണ്ട്. ഇമ്പൾസും മൊമെന്റുമായിട്ട് എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞുതരാം. എന്താണ് ഇമ്പൾസും മൊമെന്റുമായിട്ടുള്ള റിലേഷൻ? അതായത് വളരെ സിമ്പിൾ ആണ്. ഐ ഈസ് ഈക്വൽ, നമുക്കറിയാം മൊമെന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡി പി ബൈ ഡി ടിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം, തെറ്റില്ല. ഓക്കെ, ഡെൽറ്റ പി ബൈ രണ്ടും ചേഞ്ച് തന്നെയാണ് കേട്ടോ. ഡെൽറ്റയും ഡി പി ഒക്കെ എന്താണ്? ചേഞ്ച് തന്നെയാണ്. ഇൻറ്റു ഡെൽറ്റ ടി.
ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡി പി എടുത്താൽ ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കണം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ I is equal to ഫോഴ്സ് ഇൻറ്റു ടൈം, ചെറിയ ടൈം ആയതുകൊണ്ട് ഡി ടി കൊടുക്കാം. ടൈം നിങ്ങൾ ഡി കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചാലും മതി. എഫ് എന്താണ്, കുറേ ഇക്വേഷൻ പഠിച്ച് മെനക്കേണ്ട, ഇത് പഠിച്ചാൽ മതി. ഡി പി ബൈ ഡി ടി ഇൻറ്റു എന്താണ് ഡി ടി, ഡി ടി ഡി ടി വെട്ടിക്കളയാം. ഇമ്പൾസിൻ്റെ പുതിയൊരു ഇക്വേഷൻ കിട്ടി. ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻ്റം ആണ്. ഇമ്പൾസ് എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻ്റം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. മക്കളെ ശ്രദ്ധിച്ചേ, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ക്രിക്കറ്റർ തുഴയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ തുഴയിലോട്ട് ഒരു ബോൾ വരുന്നു. ബോൾ വരുന്ന വെലോസിറ്റി v ആണ്. ബോളിൻ്റെ മാസ് എന്താണ്, m ആണ്. ഇങ്ങോട്ടേക്ക് വരുന്നു, അത് കൊളൈഡ് ചെയ്യുന്നു, ഇവൻ അടിച്ച് പറത്തുന്നു. വന്നിടിച്ച വെലോസിറ്റിയും ആ ബാറ്റിൽ നിന്ന് പോയ വെലോസിറ്റിയും ഈക്വൽ ആണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഇതിങ്ങോട്ട് വന്ന v ആണെങ്കിൽ തിരിച്ചു പോകുന്നത് എന്ത് തന്നെയാണ്, v തന്നെയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വെലോസിറ്റീനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു, നെഗറ്റീവായിട്ടും ഇവിടെ അങ്ങോട്ട് പോകുന്ന വെലോസിറ്റി പോസിറ്റീവായിട്ടും സങ്കല്പിക്കുന്നു. വരുന്ന വെലോസിറ്റി നെഗറ്റീവ്, പോകുന്ന വെലോസിറ്റി പോസിറ്റീവ്. എങ്കിൽ നമുക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടായി. ഇങ്ങോട്ടേക്ക് വരുന്നത് -mv ആണ് മൊമെൻറ്റം, തിരിച്ചങ്ങോട്ട് പോകുന്നത് +mv ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലെങ്കിൽ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും ഇവിടുത്തെ ഇമ്പൾസ് എന്താണ്. ഇവിടുത്തെ ഇമ്പൾസ് എങ്ങനെയാണ്, ഇമ്പൾസ് വി നോ ദാറ്റ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡി പി. എന്താ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം മൈനസ് എന്താണ് ഇനിഷ്യൽ മൊമെൻറ്റം. എന്താണ് ഇവിടെ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത്? ഫൈനൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ നമുക്കറിയാം മാസിൻ്റെ വെലോസിറ്റി ആണ്, പോകുന്ന വെലോസിറ്റി v ആണ്, മാസ് m ആണ്. എങ്കിൽ ഫൈനൽ മൊമെൻറ്റം mv ആണ്. ഇനിഷ്യൽ മൊമെൻറ്റം ഒരു മൈനസ് ഉണ്ട്. ഇനിഷ്യൽ മൊമെൻറ്റം എന്താണ്, -mv ആണ്. ഇങ്ങോട്ട് വരുന്ന നമ്മൾ മൈനസ് ആയിട്ടും പോകുന്നത് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം മൊമെൻറ്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇങ്ങോട്ട് വരുന്ന നിങ്ങൾ നെഗറ്റീവായിട്ട് എടുത്താൽ തിരിച്ചു പോകുന്നത് പോസിറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ തിരിച്ചു പോകുന്നത് എന്തായിരിക്കും, -mv പോസിറ്റീവായിട്ട് എടുത്തു, നെഗറ്റീവായിട്ട് എടുത്തു, നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു 2mv. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു നോക്കുക. ക്രിക്കറ്റർ ഒരു ബോൾ അടിച്ച് വിടുമ്പോഴുള്ള ഇമ്പൾസ് ആണ് 2mv, അല്ലെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് 2mv എന്ന് പറയുന്നത്. ചോദിക്കുന്നതാണ് എക്സാമിന്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ബില്ലിയാർഡ് ബോൾ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, ബില്ലിയാർഡ് ബോൾ. ഈ ബില്ലിയാർഡ് ബോൾ കണ്ടോ നിങ്ങൾ, ബില്ലിയാർഡ് ബോൾ ഒരു പലക കഷ്ണത്തിനകത്ത് കുറേ ഊട്ടയിട്ട് വെക്കും. എനിക്ക് 6 ഹോൾ ഇട്ട് വെക്കും, 4 മൂലയ്ക്കും പിന്നെ സെൻറ്ററിലും 6 ഹോൾ കാണും. ഒരു വലിയ പലക, പച്ച കളറിലുള്ള പലക കഷ്ണം. എന്നിട്ട് അതിനകത്ത് കുറേ ഉണ്ട സാധനം ഇടും, ബോൾ പല കളറില്ല. അതെ, നമ്മുടെ പോപ്പിൻസിന് മിഠായി പോലത്തെ കുറേ കളറിലെ ബോൾ ഇങ്ങനെ നിർത്തിയിടും. എന്നിട്ട് വലിയൊരു കോല് കൊണ്ടുവന്ന് കുത്തും. അതാണ് ബില്ലിയാർഡ് ബോൾ എന്ന് പറയുന്നത്. ബില്ലിയാർഡ് ബോളിൻ്റെ കേസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 2mv, ഇമ്പൾസിൻ്റെ ഇക്വേഷൻ 2mv. ഓക്കെ, ഈ 2mv എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിച്ചപ്പോഴാണ് 2mv കിട്ടിയിരിക്കുന്നത്. 2m എന്ന് വെച്ചാൽ ബില്ലിയാർഡ് ബോളിൻ്റെ മാസ്, v എന്ന് വെച്ചാൽ അത് വരുന്ന വെലോസിറ്റി, വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലം വരുന്നതാണ്, ഡെറിവേഷൻ അല്ല, ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം എന്ത് കഴിഞ്ഞു, നമ്മൾ ഇമ്പൾസും കഴിഞ്ഞു. അങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റം എന്ന് പറയുന്ന സെക്കൻഡ് ടോപ്പിക് കഴിഞ്ഞു. ഇതിനടുത്ത ഫ്രിക്ഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ടോപ്പിക്കാണ്. പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്. ഫ്രിക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്, ഒപ്പോസിങ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ മോഷനെ തടയുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഫ്രിക്ഷൻ നമുക്ക് ഉപകാരിയുമാണ്, ഉപദ്രവകാരിയുമാണ്. ഫ്രിക്ഷൻ്റെ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് നടക്കാൻ കഴിയുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഈ പേനേനെ എനിക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. മരത്തിൽ വലിഞ്ഞ് കയറാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഫ്രിക്ഷൻ ഭയങ്കര ഉപകാരിയാണ്. പക്ഷേ ഈ ഫ്രിക്ഷനെ കൊണ്ട് ഉപദ്രവമുണ്ട്. എന്താ ഉപദ്രവം? നമ്മുടെ ചെരുപ്പുകളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, തേയ്മാനം സംഭവിക്കും. നമ്മൾ 4-5 വർഷം ഉപയോഗിക്കണമെന്ന് കരുതി മേടിക്കുന്ന ചെരുപ്പുകൾ വെറും 4-5-6 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുതിയ ചെരുപ്പ് വാങ്ങേണ്ടി വരും. എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ വെയിറ്റ് കുറക്കണം. വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ചെരുപ്പൊക്കെ എനിക്കൊരു 1-1.5 വർഷം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള നല്ല സൈസ് കൂടിയ അണ്ണന്മാരൊക്കെ ഉണ്ട്, 10-70 കിലോ ഉള്ള. അവരുടെ ചെരുപ്പൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, 5-6 മാസം ആകുമ്പോഴത്തേക്കും തേഞ്ഞ് കീഞ്ഞു പോകും. അപ്പോൾ പുതിയ മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചില ദോഷവശങ്ങളും ആർക്കുണ്ട്, ഫ്രിക്ഷനുണ്ട്. തേയ്മാനം വലിയ സംഭവമാണ്. വീറാൻ തീർന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അതായത് നമ്മുടെ ഈ എഞ്ചിന് തേയ്മാനം സംഭവിക്കും. വണ്ടിയുടെ എഞ്ചിനൊക്കെ കറ അവസാനം കേൾക്കത്തില്ല, തേയ്മാനം സംഭവിക്കുന്നുണ്ടാണ്.
അപ്പോൾ എഞ്ചിന് തേയ്മാനം, അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ ഭയങ്കരമായിട്ട് വണ്ടിയുടെ കുറയും. നമ്മളിപ്പം വണ്ടി മേടിക്കാൻ നേരത്തൊക്കെ 10-60 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിക്ക് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും, അത് വളരെ കുറഞ്ഞ മൈലേജിലോട്ട് പോകും. കാരണം എന്താണ്, അത് തേയ്മാനം സംഭവിക്കുമ്പോഴത്തേക്കും വിയർ ആൻഡ് ടിയർ കൂടാൻ നേരത്തും അവിടെ ഫ്രിക്ഷൻ കൂടുന്നതുകൊണ്ടും അവിടുത്തെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ഫ്യൂവൽ എഫിഷ്യൻസി, വണ്ടിയുടെ എഫിഷ്യൻസി എന്ത് ചെയ്യും, കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഭയങ്കര ഉപദ്രവകാരിയുമാണ്, അതുപോലെ തന്നെ ഉപകാരിയാണ്. പിന്നെ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യത അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷൻ എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യിക്കാൻ പറ്റും. ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, ഫ്ലൂയിഡ്, അതായത് നമ്മുടെ ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഗ്രീസ്, ഓയിൽ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിക്ഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് അടുത്ത് വരുന്നത് ഫ്രിക്ഷനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, രണ്ടാമത്തത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, മൂന്നാമത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ. എന്തൊക്കെയാണ്? സ്റ്റാറ്റിക്, ലിമിറ്റിംഗ്, കൈനറ്റിക്. സ്റ്റാറ്റിക്, ലിമിറ്റിംഗ്, കൈനറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്, ലിമിറ്റിംഗ്, കൈനറ്റിക്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ഒരു വസ്തു, ശ്രദ്ധിക്കുക, ഒരു വസ്തു അനങ്ങാതെ ഇരിക്കും, ഒരിടത്ത് അനങ്ങാതിരിക്കുകയാണ്. ഒരു വസ്തു ഒരിടത്ത് അനങ്ങാതിരിക്കുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല, ദർ ഈസ് നോ ഫ്രിക്ഷൻ. ഇപ്പോൾ നിങ്ങളുടെ ടേബിളിൻ്റെ മടക്ക് ഒരു ബുക്ക് ഇരിക്കുക, ഫ്രിക്ഷൻ ഉണ്ടോ? ഫ്രിക്ഷൻ ഇല്ല. പക്ഷേ ഇത് മൂവ് ചെയ്യാൻ ഒരു ടെൻഡൻസി കാണിക്കുക. ഇത് മൂവ് ചെയ്യാൻ എന്ത് കാണിക്കുന്നു? ഒരു ടെൻഡൻസി കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോഡി ഇപ്പോൾ ഞാൻ ഒരു കയറ് കെട്ടിയിട്ട് ഞാൻ വലിക്കുക, ഇതിന് വാടാ ഇങ്ങോട്ട് പറഞ്ഞ് വലിക്കുക, പിടിച്ചിങ്ങോട്ട്. ഓക്കെ, പക്ഷേ ഇതിങ്ങോട്ട് വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു വലിയ വെയിറ്റുള്ള ഡെസ്ക് അല്ലെങ്കിൽ മേശ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ വരുമോ ഇങ്ങോട്ടേക്ക്? വരത്തില്ല. നമ്മൾ നല്ല ഫോഴ്സ് കൊടുത്താലേ വരത്തുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ബോഡി വരുന്നില്ല. എന്തുകൊണ്ട് ബോഡി വരുന്നില്ല? കാരണം ഇവിടെ എന്തുണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിൻ്റെ സർഫസിലുണ്ട്, അതുകൊണ്ടാണ് ഇത് വരാത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? ഈ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ടു ബോഡീസ് ഇൻ കോൺടാക്ട് ഇഫ് ദർ ഈസ് നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. അതായത് വസ്തുക്കൾ തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല? റിലേറ്റീവ് മോഷൻ, അല്ലെങ്കിൽ ദർ ഈസ് നോ മോഷൻ ഉണ്ടാകാൻ പാടില്ല. മോഷൻ ഉണ്ടാകാതെ ഉള്ള അവസ്ഥയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ എന്നും കരുതി ടേബിളിൻ്റെ മണ്ടക്ക് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. നമ്മൾ ആ ബോഡീനെ വലിക്കുന്നു. ഒന്നുകിൽ ബോഡി മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കണം, അപ്പോഴേ ഫ്രിക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ബോഡി മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്നു, പക്ഷേ ബോഡി മൂവ് ചെയ്യുന്നില്ല. ഇതിന് കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ആ സ്റ്റാറ്റിക് ഫ്രിക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ 1 ന്യൂട്ടൺ ഇവിടെ കൊടുത്തത് എങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 1 ന്യൂട്ടൺ ആയിരിക്കും. ഞാൻ 2 ന്യൂട്ടൺ കൊടുത്തു, നീങ്ങിയില്ല, അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് 2 ന്യൂട്ടൺ. ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, നീങ്ങിയില്ല, ഇവിടെ ഡെവലപ്പ് ചെയ്ത് 5 ന്യൂട്ടൺ. ഈ ഫോഴ്സിനെയൊക്കെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? ഇനി ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി വരുവാണ്, കൂടി വന്നു. ഞാനൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തപ്പോൾ ബോഡി ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. എത്ര? 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കുറച്ച് ഫോഴ്സ് കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആ ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ഞാൻ 10ാമത്തെ ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ ബോഡി എന്ത് ചെയ്തു? മൂവ് ചെയ്തു. എങ്കിൽ ഈ 10 ന്യൂട്ടൺ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? അപ്പോൾ എന്താ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുക. 1 ന്യൂട്ടൺ കൊടുത്ത് ബോഡി നീങ്ങിയില്ല, 2 ന്യൂട്ടൺ കൊടുത്ത് ബോഡി നീങ്ങിയില്ല, 3 ന്യൂട്ടൺ കൊടുത്ത് ബോഡി നീങ്ങിയില്ല, 4 ന്യൂട്ടൺ കൊടുത്ത് ബോഡി നീങ്ങിയില്ല, 5 കൊടുത്തു, 6 കൊടുത്തു, 7 കൊടുത്തു, 8 കൊടുത്തു, 9 കൊടുത്തു, 10ാമത്തെ കൊടുക്കാൻ നേരത്താണ് അവൻ എന്ത് ചെയ്തത്? മൂവ് ചെയ്യാൻ വേണ്ടി പോയത്. എങ്കിൽ ആ കൊടുത്ത 10ാമത്തെ ന്യൂട്ടൺ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഫ്രിക്ഷൻ ഉണ്ടായില്ലേ? ആ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനും എന്ത് തന്നെയാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയാണ്, പക്ഷേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫോഴ്സ് കൊടുത്താൽ സ്വാഭാവികം ബോഡി മൂവ് ചെയ്യും, അല്ലേ? ഇനി നമ്മൾ ആ ബോഡിനെ ഫോഴ്സ് കൊടുത്താൽ ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അങ്ങനെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഞാൻ അതിൻ്റെ ഫ്രിക്ഷൻ്റെ ഗ്രാഫ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പ്ലോട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ വരക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് വൈ ആക്സിൽ. ഓക്കെ, നമ്മൾ ആദ്യം ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് നമ്മൾ എന്താണോ, നമ്മൾ 1 ന്യൂട്ടൺ കൊടുത്തു, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന എത്ര ന്യൂട്ടൺ തന്നെയാണ്? 1 ന്യൂട്ടൺ തന്നെ. അങ്ങനെ നമുക്ക് എടുത്ത് സ്ട്രേറ്റ് ലൈൻ കിട്ടും. 1 കൊടുത്ത് 1, 2 കൊടുത്ത് 2, 3 കൊടുത്ത് 3, അങ്ങനെ എവിടം വരെ വന്നു? ഇങ്ങനെ മാക്സിമം ഞാൻ 10 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഇവിടെ എത്ര തന്നെ വന്നു? 10 ന്യൂട്ടൺ തന്നെ വന്നിരിക്കുകയാണ്. ഈ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി ശ്രദ്ധിച്ചേ, ഇനി ഞാൻ ഫോഴ്സ് കൊടുത്താൽ ബോഡി മൂവ് ചെയ്യും, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു ഡെസ്കിനെയോ ബെഞ്ചിനെയോ പിടിച്ച് വലിക്കാൻ നേരത്ത്
അത് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ല പിന്നെ കൊടുക്കേണ്ടത്. കുറച്ച് ഫോഴ്സ് കുറച്ച് കൊടുത്താലും ബോഡി മൂവ് ചെയ്യും. ഇല്ല, ഒരു വസ്തുവിനെ അനക്കാനല്ലേ ഇച്ചിരി പ്രയാസം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വണ്ടിയെ നമ്മൾ തെള്ളുവാണ്, ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വണ്ടി തെള്ളുവാണ്. വണ്ടി ഒന്ന് മൂവായി കിട്ടാൻ പ്രയാസമാണ്. മൂവായി കഴിഞ്ഞാലോ പിന്നെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകത്തില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ബോഡി മൂവായി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയും. മനസ്സിലായോ? അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിനേക്കാൾ കുറവായിരിക്കും? ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ നോക്കി, ബോഡി മൂവ് ചെയ്താൽ ഗ്രാഫ് നൈസായിട്ട് താഴോട്ട് വരും. ഈ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഓർക്കുക, കൈനറ്റിക് ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. ഈ ഗ്രാഫ് ഓർക്കുക, നേരെ പോവും, ഒരു ചെറിയൊരു വളവ്, പിന്നെ സ്ട്രൈറ്റ് ലൈൻ. ഇതാണ് ഫ്രിക്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ എന്താണ് 3 ഫ്രിക്ഷൻ? ഒന്നാമത്തെ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ടാമത്തെ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂന്നാമത്തെ എന്താണ് വിളിക്കുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ. ബോഡി മൂവ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണെന്ന് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇനി അടുത്ത ഒരു സംഗതി വരുന്നുണ്ട്, അതെന്താണെന്ന് അറിയാവോ? അതിൻ്റെ പേരാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ലോസ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ്റെ ലോ. 2 ലോയാണ് മെയിൻ ആയിട്ടുള്ളത് ഫ്രിക്ഷന്. ഫ്രിക്ഷൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഫ്രിക്ഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഒരു വലിയ സർഫസ് ആണെങ്കിലും ശരി, ഒരു ചെറിയ സർഫസ് ആണെങ്കിലും ശരി, ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഫ്രിക്ഷൻ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതാണ് ഒന്നാമത്തെ ലോ. രണ്ടാമത്തെ ലോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിക്ഷൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യും. അത് ആരെയാണെന്ന് അറിയാവോ? ഫ്രിക്ഷൻ ഡിപ്പെൻഡ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പോൾ എന്താണ് നോർമൽ റിയാക്ഷൻ എന്ന് അറിയണം. നോർമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ, ഒരു ബോഡീനെ നമ്മളൊരു സർഫസിൽ വെച്ചിരിക്കുന്നു. ആ ബോഡിക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg ആക്ടിങ് ഡൗൺവേർഡ് ആൻഡ് നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്. ഓക്കെ, mg ആക്ടിങ് ഡൗൺവേർഡ്, സ്വാഭാവികമായിട്ടും ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മുകളിലൊരു ഫോഴ്സ് ഉണ്ട്, അതാണ് നോർമൽ റിയാക്ഷൻ. എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? നോർമൽ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബോഡിയുടെ നോർമൽ റിയാക്ഷൻ എങ്ങോട്ടേക്കാണ്? മുകളിലോട്ടാണ്. അപ്പോൾ നമുക്ക് പറയാം, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് എന്ത്? കോ എഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, മ്യൂ. കോ എഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ഈ കോ എഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? ഈ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ ആണ് മ്യൂ ഇൻറ്റു n. എന്താണ് മ്യൂ അല്ലെങ്കിൽ കോ എഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? മ്യൂ എന്താണ്? ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് കോ എഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. എന്താണ് കോ എഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? ഒരു ബോഡി, ഒരു സർഫസ് സ്മൂത്ത് ആണ്. സ്മൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വളരെ മിനുസപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രതലം, അത് സ്മൂത്ത് സർഫസ് ആണ്. പിന്നെ റഫ് ഉണ്ട്. റഫ് എന്ന് വെച്ചാൽ നമ്മളിപ്പം റോഡ് റഫാണ് അല്ലേ? ഇപ്പം നമ്മുടെ റോഡും നമ്മുടെ വീട്ടിലെ മാർബിളിട്ട തറയും ഏതാണ് സ്മൂത്ത്? മാർബിളിട്ട തറ സ്മൂത്തും റോഡ് എന്താണ്? റഫുമാണ്. അപ്പോൾ ഈ സ്മൂത്ത് സർഫസിൽ മ്യൂവിൻ്റെ വാല്യൂ കുറവായിരിക്കും, റഫ് സർഫസിൽ മ്യൂവിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. കാരണം നമുക്കറിയാം ഫ്രിക്ഷൻ എവിടെ കൂടുതൽ? റഫ് സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലും, സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം മ്യൂവിൻ്റെ വാല്യൂ എവിടെയായിരിക്കും കൂടുതൽ? റഫിൽ കൂടുതലും, അതുപോലെ തന്നെ എവിടെ കുറവായിരിക്കും? സ്മൂത്തിൽ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് നേച്ചർ ഓഫ് ദി സർഫസ്. സർഫസിന്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് നേച്ചർ ഓഫ് ദി സർഫസ്. സർഫസിന്റെ നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മ്യൂവിന്റെ വാല്യൂ കൂടുമ്പോൾ അതൊരു റഫ് സർഫസ് ആയിരിക്കും, മ്യൂവിന്റെ വാല്യൂ കുറയുമ്പോൾ അതൊരു സ്മൂത്ത് സർഫസ് ആയിരിക്കും. മ്യൂവിന്റെ വാല്യൂ കൂടിയാൽ ഫ്രിക്ഷൻ ഫോഴ്സ് കൂടുതൽ, മ്യൂവിന്റെ വാല്യൂ കുറഞ്ഞാൽ ഫ്രിക്ഷൻ സർഫസ് കുറവ്. ഓക്കെ അല്ലേ? ഓക്കെ, അതാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന അടുത്തൊരു സംഗതി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റീപോസും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷനുമാണ്. രണ്ട് സംഗതി വരുന്നുണ്ട്, ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപോസും. ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ടോപ്പിക്കാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് റീപോസ്. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് നോക്കാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ നമ്മൾ തീറ്റ എന്നൊക്കെ പറയത്തില്ലേ, ആംഗിൾ, കോൺ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ശ്രദ്ധിക്കുക, ഒരു ബോഡി, ആ ബോഡിയുടെ മാസ് എന്താണ്? എം ആണ്. ആ ബോഡിയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഞാൻ കൊടുക്കുന്ന ഫോഴ്സാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യത്തില്ലേ?
ആ ഫ്രിക്ഷൻ എങ്ങനെ ആയിരിക്കും? ആ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ ഫ്രിക്ഷൻ. ഇനി ബോഡിയിൽ നമുക്കറിയാവുന്ന ഫോഴ്സ് എന്തൊക്കെയാണ്? എം ജി ആക്ടിങ് ഡൗൺവേർഡ്, എം ജി ആക്ടിങ് ഡൗൺവേർഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോർമൽ റിയാക്ഷൻ മുകളിലോട്ടുണ്ട്, നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ നോർമൽ റിയാക്ഷൻ്റെയും ഈ ഫ്രിക്ഷൻ്റെയും ഞാൻ റിസൾട്ടൻ്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഈ നോർമൽ റിയാക്ഷൻ്റെയും ഈ ഫ്രിക്ഷൻ്റെയും എന്തിനെ കണ്ടുപിടിക്കുന്നു? ഞാൻ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പാരലോഗൽ വെക്ടർ അഡീഷൻ, പാരലോഗൽ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ റിസൾട്ടൻ്റ്. ഇത് എന്തിൻ്റെയൊക്കെ റിസൾട്ടൻ്റ് ആണ്? ദ റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? ഇനി സിമ്പിളാണ്, കാര്യങ്ങൾ ഇപ്പോൾ തീരും. ഈ കിടക്കുന്ന ആംഗിൾ കണ്ടു, ഞാൻ ഈ വരക്കുന്ന ആംഗിൾ, ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പം നിങ്ങളോട് ചോദിച്ചു വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? നിങ്ങൾ പറയണം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ, ആർക്കിടയിലുള്ള ആംഗിൾ ആണ്? ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ആൻഡ് ദി റിസൾട്ടൻ്റ്. നോർമൽ റിയാക്ഷനും റിസൾട്ടൻറ്റിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. എന്തിൻ്റെയാണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്? നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ്. അപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്തേ, വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് ദി റിസൾട്ടൻ്റ്. എന്നിട്ട് ഒന്നും കൂടെ അവിടെ എഴുതണം, ആരുടെയാണ് റിസൾട്ടൻ്റ് എന്ന് കൂടെ പറയണം. റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷൻ. പരിപാടി കഴിഞ്ഞു, സിമ്പിൾ. ഇനി ഇവിടെ നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രൂവ് ദാറ്റ്. എന്താണ് ചോദിക്കുന്നത്? പ്രൂവ് ദാറ്റ്. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ, അപ്പോൾ എന്ന് വായിച്ചാൽ ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഈ ഫിഗർ അങ്ങ് വരക്കണം. ഫിഗർ വരച്ചിട്ട് ഞാനിവിടെ എടുക്കുന്ന ട്രയാങ്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുക്കുന്ന ട്രയാങ്കിൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ, ഓക്കെ, ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒന്ന് നൈസായിട്ട് നിങ്ങൾ ടാൻ തീറ്റ ഒന്ന് കണ്ടുപിടിച്ചേ. അവിടെ നിന്ന് ടാൻ തീറ്റ കണ്ടുപിടിച്ചേ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ എന്തായിരിക്കും? അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇവിടെ ഓപ്പോസിറ്റ് എന്താ? ഈ വശം ഇതല്ലേ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്? ഇവിടെ ഓപ്പോസിറ്റ് എന്താ മക്കളെ? ഇവിടെ ഓപ്പോസിറ്റ് എന്താണ്? ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ്. ഇതാണ് നമ്മുടെ എന്ത്? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഇതാണ് നമ്മുടെ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇതല്ലേ? ഇത് എന്തിന് ഈക്വലാണ്? എഫ് ആറിന് ഈക്വൽ അല്ലേ? പാരലോഗ്രാം അല്ലേ? അപ്പോൾ എഫ് ആറിന് ഈക്വൽ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇത് എഫ് ആർ തന്നെയാണ്. ഇനി ഇവൻ എന്താണ്? അഡ്ജസൻറ്റ് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം, നോർമൽ റിയാക്ഷൻ ആണ്. അപ്പോൾ എന്ത് കിട്ടി? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, ദെൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ആർ എന്താണ്? മ്യൂ ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ എന്താണ്? എന്നും വെട്ടിക്കളയുക. ദെൻ എന്ത് കിട്ടി നമുക്ക്? ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? മ്യൂ എന്നൊക്കെ കിട്ടും. നൈസായിട്ട് പരിപാടി കിട്ടും. സിമ്പിൾ അല്ലേ? ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ. അപ്പോൾ മനസ്സിലായി എന്ത് കിട്ടി? ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂവിൻ്റെ ഡെറിവേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിളിനകത്ത് ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ടാൻ തീറ്റ എടുത്തപ്പോൾ ഓപ്പോസിറ്റായ എഫ് ആർ ഡിവൈഡ് ബൈ നോർമൽ റിയാക്ഷൻ ആണ് ഈ കിടക്കുന്നത്. എൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ആറിന് വരും മ്യൂ ഇൻറ്റു എൻ. നമുക്കറിയാം ലോസ് ഓഫ് ഫ്രിക്ഷൻ പ്രകാരം മ്യൂ ഇൻറ്റു എൻ ആണ് ഫ്രിക്ഷൻ ഇക്വേഷൻ. ഡിവൈഡ് ബൈ എൻ വെട്ടിക്കൊണ്ട് മ്യൂ ഈസ് ഈക്വൽ ടാൻ തീറ്റ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾ ഓഫ് റീപോസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിനേക്കാൾ കൂടുതലും ചോദിച്ചിരിക്കുന്നത് അടുത്ത സാധനമാണ്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിനേക്കാൾ കൂടുതലും ചോദിച്ചിരിക്കും. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്താണ്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ അതിനൊരു സംഗതി പറഞ്ഞാൽ, ഒരു വസ്തു, ഞാനിതിനെ ഒരു ബോഡിയാണ്, ഈ ഒരു ബോഡീനെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സ്വാഭാവികം
കുറച്ചുകൂടെ ഞാൻ ആംഗിൾ ഒന്ന് കൂട്ടി, ഈ സർഫസിൻ്റെ ആംഗിൾ ഒന്ന് കൂട്ടി, കുറച്ചുകൂടെ ഞാനൊന്ന് കൂട്ടി, കുറച്ചുകൂടെ ഞാനൊന്ന് കൂട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആംഗിൾ കൂട്ടി കൂട്ടി കൊണ്ടുവരുവാണ് കേട്ടോ. ആദ്യം ഇത്ര ആംഗിൾ, പിന്നെ ഇത്ര ആംഗിൾ, പിന്നെ ഇത്ര ആംഗിൾ, പിന്നെ ഇത്ര ആംഗിൾ. നിങ്ങൾ നോക്കി, ഈ ഒരു ആംഗിൾ എത്തിയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ ബോഡി ഇവിടെ നിന്നും താഴോട്ടേക്ക് ഊർന്നിറങ്ങി. അപ്പം ആദ്യം ഒന്നും താഴോട്ട് വന്നില്ല, പക്ഷെ ആംഗിൾ കൂട്ടി 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 ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരുന്നു. ആ മാക്സിമം വാല്യൂ കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ഒരു സർഫസിലൂടെ തെന്നി താഴോട്ടേക്ക് ഊർന്നിറങ്ങി. ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പൊ എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യാം? ആംഗിൾ ഓഫ് റീപോസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആംഗിൾ ഓഫ് റീപോസ് ഇസ് ദ മിനിമം ആംഗിൾ required to slide an object in an inclined plane. ചുരുക്കം പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോഡിക്ക് ഊർന്നിറങ്ങാൻ, താഴോട്ടേക്ക് ഊർന്നിറങ്ങാൻ ആവശ്യമായ മിനിമം ആംഗിൾ. സിമ്പിൾ, മനസ്സിലായി? ആ ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ താഴോട്ട് വരും. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പൊ നമ്മുടെ ആംഗിൾ ഓഫ് റീപോസിനേക്കാൾ കൂടിയിരുന്നാൽ അവൻ താഴോട്ട് വരും. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ. സെയിം മുമ്പത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ റീപോസ് ആണ്. തീറ്റ ഇവിടുത്തെ ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് റീപോസ്. അവിടുത്തെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിൽ ഇവിടെ ആംഗിൾ ഓഫ് റീപോസ്. സെയിം സംഗതി, പക്ഷേ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ എന്ന് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. എങ്ങനെയാണ് ഇതിനെ ഡിറൈവ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഈ ഫിഗർ ഒന്ന് ക്ലിയർ ആക്കി വരക്കുന്നു, ശ്രദ്ധിക്കുക. വേണ്ട, അതെടുത്താൽ ശരിയാത്തില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനായിട്ട് സങ്കല്പിക്കണവേ. ഇവിടെ ഒരു ബോഡി ഇരിപ്പുണ്ട്. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. mg ആക്ടിങ് ഡൗൺവേർഡ്, നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്, ആൻഡ് ഫ്രിക്ഷൻ ആക്ടിങ്. നമുക്കറിയാം ബോഡി ഇങ്ങോട്ടേക്ക് വരാനാണ് ടെൻഡൻസി കാണിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? മുകളിലോട്ടായിരിക്കും. ഓക്കെ, ദെൻ ഇത്രയും ഫോഴ്സ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത്രയും ഫോഴ്സ് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് റീപോസ്. ഇനി ബോഡി താഴോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണ്ടേ? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ എം ജിനെ ഞാൻ റിസോൾവ് ചെയ്യുന്നു, രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എം ജിനെ റിസോൾവ് ചെയ്യുന്നു. എം ജി ക്യാൻ ബി റിസോൾവ് ഇൻ ടു കമ്പോണൻറ്റ്. ഒരു എം ജി, ഇങ്ങോട്ടേക്ക് ഒരു എം ജി. എം ജിനെ ഞാൻ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ എം ജിയുടെ കമ്പോണൻ്റ് ആണ് ബോഡീനെ താഴോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നത്. പിന്നെ എം ജിയുടെ അടുത്ത കമ്പോണൻ്റ് ആണ് നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നത്. ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി തീറ്റ ആണ് ഞാൻ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് നോക്കുക. ഇത് 90 ആണ്, ഇത് 90 മൈനസ് തീറ്റ ആണ്. അപ്പോൾ ഇവിടെ 90 മൈനസ് തീറ്റ, അപ്പോൾ ഇവിടെ വരും തീറ്റ. ഓക്കെ, ഈ ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇതെന്തായിരിക്കും വരുന്നത്? എം ജി കോസ് തീറ്റ. ഇതെന്ത് വരും? എം ജി സൈൻ തീറ്റ. എം ജി കോസ് തീറ്റ വരും, എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫിഗർ. ഈ ഫിഗർ ബൈ ഹാർട്ട് ചെയ്യണം. ഇനി ശ്രദ്ധിച്ച ഈ ഫിഗറിൽ നമുക്ക് പറയാം, നിങ്ങൾ ഈ രണ്ട് ഫോഴ്സ് കണ്ടോ? ഈ രണ്ട് ഫോഴ്സ്, ഇത് രണ്ടും, ഈ രണ്ട് ഫോഴ്സ് കണ്ടു. ഈ രണ്ടും എന്താണ്? ഈക്വലും ഓപ്പോസിറ്റും ആണ്. അപ്പോൾ നമുക്ക് പറയാം എഫ് ആർ ഇസ് ഈക്വൽ ടു എന്താണ്? എം ജി സൈൻ തീറ്റയാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എം ജി സൈൻ തീറ്റയ്ക്ക് ഈക്വലാണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ നിൽക്കണം, അനങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് അല്ലേ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഇവിടെ എന്ത് പറയാൻ പറ്റും? അവിടെ n is equal to എം ജി കോസ് തീറ്റയാണ്. സംഭവമായി ഡിവൈഡ് ചെയ്താൽ ആൻസർ ആവും. എം ജി വെട്ടിക്കളയാ. എഫ് ആറിന് വരെ മ്യൂ ഇൻറ്റു തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് ഡിവൈഡ് ചെയ്യാവേ. ഡിവൈഡ് ഇപ്പോഴേ ചെയ്യേണ്ട. എഫ് ആറിന് വരെ എന്തിട്ട് കൊടുക്കുക? മ്യൂ ഇൻറ്റു എൻ എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇതിനെ ഒന്നും കൂടെ എഴുതുവാണ്. n is equal to എം ജി കോസ് തീറ്റ. ഇനി ഇവരെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്നും വെട്ടിക്കളയാം.
എം ജിയും വെട്ടിക്കളയാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ. അപ്പോൾ നമുക്ക് പറയാം ടാൻ ഓഫ് ആംഗിൾ ഓഫ് റീപോസ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇനി ഇതിനകത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ്, അതുകൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എന്തുമാത്രം വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാനകത്ത് ഓൾറെഡി പറഞ്ഞു പോകുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ജയിക്കത്തുള്ളായിരിക്കും, ആ ഒരു ഐഡിയ മനസ്സിലാവും. പിന്നെ ഞാൻ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി 32 ക്വസ്റ്റ്യനോളം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു PDF തരാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യനകത്ത് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻ്റ് തോന്നി കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 32 ക്വസ്റ്റ്യൻ. അത് 32 ക്വസ്റ്റ്യൻ ജയിക്കാൻ പറ്റത്തൊന്നുമില്ല, കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പം ഞാനത് നിങ്ങൾക്ക് തരാം, നിങ്ങൾ അത് ആദ്യം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഒരു 32 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫോക്കസ് ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എത്ര കടുകട്ടി ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. 32 ക്വസ്റ്റ്യൻ ജയിച്ചാൽ മതി. അതിനകത്ത് മാക്സിമം ഞാൻ എത്ര ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, മാക്സിമം ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF ഉണ്ട്, താഴെ ഉണ്ട്, എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. എന്താണ് സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഒരു ലെവൽ റോഡിലൂടെ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നു, ഒരു ബാങ്ക്ഡ് റോഡിലൂടെ. ഈ ഡെറിവേഷനൊക്കെ നിങ്ങൾ കേട്ട് മടുത്ത ഡെറിവേഷനാണ്, അതുകൊണ്ട് ഞാൻ ഡെറിവേഷനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പെട്ടെന്ന് ഞാനങ്ങ് ചെയ്യുക കേട്ടോ, എന്തെങ്കിലും സംശയം ചോദിക്കാം. അപ്പോൾ ഒരു കർവ്ഡ് റോഡിലൂടെ ഒരു ബോഡി പോവുകയാണ്. ഈ ബോഡി ഇങ്ങനെ പോകാൻ നേരത്ത് ബോഡിക്ക് സർക്കിളിൻ്റെ പുറത്തോട്ട് പോകാനാണ് എന്തുള്ളത്, ടെൻഡൻസി ഉള്ളത്. സർക്കിളിൻ്റെ പുറത്തോട്ട് പോകാനാണ് ബോഡിക്ക് എന്തുള്ളത്, ടെൻഡൻസി ഉള്ളത് അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ പുറത്തോട്ട് ആ ബോഡി പോകാതെ സർക്കിളിൻ്റെ അകത്ത് തന്നെ പിടിച്ചു നിർത്തുന്നത് നമുക്കറിയാം ഫ്രിക്ഷനാണ്. ടയറിനും റോഡിനും ഇടയിലുള്ള ഫ്രിക്ഷൻ. ഇപ്പോൾ നമ്മളൊരു കർവ്ഡ് റോഡിലൂടെ പോവാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു വളവ് തിരിയാൻ പോവാണ്. അവിടെ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല മിനുസപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിലേക്കൂടെ പോകുമ്പോൾ നിങ്ങൾ തെന്നി പുറത്ത് പോകത്തില്ലേ? സ്വാഭാവികമാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ തറയിൽ എന്തിടുക, നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ അതിലേക്കൂടെ ഒന്ന് ഓടുക, ഓടുന്ന വഴി ഒന്ന് തിരിയുക, ഒരു ടേൺ ചെയ്യുക. നിങ്ങൾ മലന്നടിച്ച് അവിടെ കിടക്കും. കാരണം എന്താണ്? ഒന്നും പറയാൻ പറ്റത്തില്ല, ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അവിടെ കൂടെ ഒക്കെ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വലിയ വളവൊക്കെ ഉള്ളിടത്ത് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, വണ്ടി സ്കിഡ് ചെയ്ത് പൊക്കോളും. ആൾക്കാരൊക്കെ ചാകുന്ന ലൈവായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമ്മൾ വലിയ വളവൊക്കെ വരും. വളവ് ടേൺ ചെയ്ത് ആ ടേണിങ്ങിനകത്ത് വണ്ടീനെ ആ ഒരു സർക്കുലർ പാത്തിൽ പിടിച്ചു നിർത്തുക, അല്ല റോഡിൽ പിടിച്ചു നിർത്തുന്നത്, പുറത്തോട്ട് പോകാതെ പിടിച്ചു നിർത്തുന്നത് ടയറിനും റോഡിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷനാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ മൊട്ട ടയറുമായിട്ട് വണ്ടി ഓടിക്കാൻ പോലെന്ന് പറയുന്നത്. മൊട്ട ടയർ കേട്ടിട്ടുണ്ടോ? മൊട്ട ടയർ എന്തോ മൊട്ട ചുണ്ടാകുന്ന ടയർ അല്ല. ടയർ തേഞ്ഞ് അതിൻ്റെ എല്ലാം നഷ്ടപ്പെടും. അതിൻ്റെ ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. റോഡുമായിട്ട് കോൺടാക്റ്റും ഇല്ലാതാവും. ഇല്ല ആകാശത്തൂടെ പറക്കുന്ന വണ്ടി പോലെ ആവും. ഫ്യൂവൽ എഫിഷ്യൻസിയാണ്, കാരണം ഫ്രിക്ഷൻ കുറവാണ്, തേയ്മാനം സംഭവിച്ച സാധനമാണ്. അപ്പം നമുക്ക് ഫ്യൂവലൊക്കെ എഫിഷ്യൻ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റും. കാരണം നമുക്ക് നല്ല മൈലേജ് ഒക്കെ കിട്ടും. ഉരുണ്ടിരിക്കുന്ന ടയറല്ലേ, ഷൂ എന്നും പറഞ്ഞാൽ പോക്കോളും. വല്ല പാഞ്ചോറ് വന്ന് ഫ്രണ്ട് ബ്രേക്ക് ഷടം ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിലോട്ട് കയറി പോകണം. കാരണം ഷൂ എന്ന് പറഞ്ഞാൽ പോക്കോളും, കൊണ്ടക്കോട്ട് പോകാൻ വേണ്ടി പെട്ടെന്ന്. അപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ സർക്കുലർ പാത്തിൽ ഈ വസ്തുവിനെ പിടിച്ചു നിർത്തി വണ്ടീനെ നമ്മൾ പിടിച്ചു നിർത്തുന്നത് ആരാന്നറിയാം? അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ആ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എപ്പോഴും സർക്കിളിൻ്റെ സെൻറ്ററിലോട്ടാണ് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ഈ ബോഡിക്ക് mg എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സത്യം പറഞ്ഞാൽ 2 ഫിഗറാണ്. ഈ ആദ്യം ഞാൻ ഈ വരച്ചിരിക്കുന്ന ഫിഗർ ആ ഒരു ഹെലിക്യാം വെച്ചെടുക്കുന്ന ഫിഗറാണ്. ഒരു ഹെലിക്യാം വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കത്തില്ലേ? ഒരു സർക്കുലർ പാത്ത്, അതിനകത്തൊരു കാറ് പോകുന്നു, ഹെലിക്യാം വെച്ചെടുക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് ആ കാറിൻ്റെ മുകൾ ഭാഗം ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? സെൻട്രലോട്ട് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട് വ്യൂ, കാറിൻ്റെ ഫ്രണ്ടിൽ പോയി ഒരു ഫോട്ടോ എടുക്കുവാണ്. ഈ കാറിൻ്റെ ഫ്രണ്ടിൽ പോയി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ കാറാണ്, ഞാൻ വലിയ കലാകാരനൊന്നുമല്ല, ഞാൻ കാറിനെ വരക്കാനായിട്ടൊരു ശ്രമം നടത്തുകയാണ്. ഓക്കെ, കാറിന് ലൈറ്റൊക്കെ കൊടുക്കാം. ഓക്കെ, മനോഹരമായ കാർ. ആഹാ, ഇതൊക്കെയാണ് കാറ്. കൊള്ളാം അല്ലേ? നല്ല കാർ. അപ്പോൾ കാറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് വ്യൂ ആണ്. കാറിനൊക്കെ ഉണ്ട്. നമുക്ക് ഇത്തരം മതി. കാറിന് ടയറാണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ ഈ കാറിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തയ്ക്കാൻ നോക്കാം. mg ആക്ടിങ് ഡൗൺവേർഡ് അല്ലേ? പിന്നെ നോർമൽ റിയാക്ഷൻ ആക്ടിങ് എന്താണ്? അപ്വേർഡ്. അപ്പോൾ ഈ 2 ഫിഗറാണ് കേട്ടോ, സെപ്പറേറ്റ് ഫിഗറാണ്. ഒന്ന് എന്താണ്? ടോപ്പ് വ്യൂ, ഒന്ന് ഫ്രണ്ട് വ്യൂ.
ഓക്കെ, ഇനി പറ, ഇനി ഇതിന്റെ ഡെറിവേഷനിൽ പോവാണ്. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് നമുക്കറിയാം. ഒരു വസ്തു കറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ വസ്തുവിന് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് അവിടെ ആരാണ്? 100% ഉറപ്പാണ്, ഫ്രിക്ഷൻ ആണ്. The necessary centripetal force provided by a frictional force Fc is equal to Fr. ഇനി മക്കളെ പറ, സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? mv²/r. നമുക്കറിയാവുന്നതാണ് സർക്കിളിന്റെ റേഡിയസ് എന്താണ്? r ആണെങ്കിൽ അവിടെ എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? mv²/r. ഫ്രിക്ഷൻ എന്താണ്? ഫ്രിക്ഷൻ ഇക്വേഷൻ എന്താണ്? mu ഇൻറ്റു എന്താണ്? n ആണ് ഫ്രിക്ഷന്റെ ഇക്വേഷൻ. സിമ്പിൾ. mu ഇൻറ്റു n. ഈ ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമാക്കി പറയാം എന്താണ് n എന്ന് പറയുന്നത്? n is equal to mg. വളരെ വ്യക്തമായി കിട്ടുന്ന സാധനമാണ് അല്ലേ? അപ്പോൾ എന്താണ്? mv²/r is equal to mu ഇൻറ്റു എന്നിന് പകരം mg ഇട്ട് കൊടുക്കുക, വെട്ടിക്കളയുക, r അങ്ങോട്ട് കൊടുക്കുക, v എടുത്തിട്ട് റൂട്ട് എടുക്കുക, mu എന്ത് കിട്ടി? rg എന്ന് കിട്ടി. v is equal to root of mu rg. അപ്പൊ ഈ റൂട്ട് mu rg എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ബോഡി ട്രാവൽ ചെയ്യുന്നതെങ്കിൽ സ്കിഡ് ചെയ്യാതെ വളരെ സേഫ് ആയിട്ട് അവൻ ആ ട്രെയിനിങ് അങ്ങ് തിരിയാൻ പറ്റും. ഇനി അടുത്തൊരു കേസുണ്ട്. ഇപ്പം നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് ഇതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണം. നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്ത് കൂട്ടണം? mu കൂട്ടണം. mu എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് റഫ് ആക്കണം. സർഫസ് റഫ് ആകുമ്പോഴാണ് mu കൂടുന്നത്. പക്ഷെ സർഫസ് റഫാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? തേയ്മാനം കൂടും. നമ്മുടെ ടയറിന് അതൊരു പ്രശ്നമാണ്. തേയ്മാനം ആയി കഴിഞ്ഞാൽ ടയർ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ടയറിന്റെ വാലിഡിറ്റിയും പെട്ടെന്ന് കാലാവധിയൊക്കെ തീർന്നു പോവുകയും തേയ്മാനം സംഭവിച്ചാൽ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന ഇവിടെയാണ്. അല്ലെ പിന്നെ റേഡിയസ് കൂട്ടണം. അതും പോസിബിൾ അല്ല, ഒത്തിരി സ്ഥലം വേണ്ടി വരും റേഡിയസ് കൂടുമ്പോഴത്തേക്കും. ഇപ്പം ഇതൊരു റേഡിയസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർവ് വലുതാക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കൂടും? ചിലവ് കൂടും, പൈസ കൂടും, അല്ലെങ്കിൽ നമുക്ക് അത്ര സ്ഥലമൊക്കെ വേണ്ടി വരും. പിന്നെ ജി ആണ്. ജി കൂട്ടാൻ പറ്റത്തില്ല. ജി കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വല്ല ശുക്രനിൽ നിന്നോ വ്യാഴത്തിൽ നിന്നോ അതിൻ്റെ വല്ല പീസ് എടുത്തുകൊണ്ട് ഭൂമി കൊണ്ട് ഒട്ടിപ്പിച്ച് വെക്കണം. ഒട്ടിപ്പിച്ച് വെക്കാൻ നേരത്ത് മാസം കൂടുമ്പോൾ ജി കൂടും. അങ്ങനെ പറ്റത്തില്ല. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ എഞ്ചിനീയർമാർ ഇങ്ങനെ ചിന്തിച്ചു, എന്ത് ചെയ്യും. അങ്ങനെ എഞ്ചിനീയർമാർ ചിന്തിച്ച് ഇങ്ങനെ കൂട്ടി അവസാനം പിടിക്കാനും കൊണ്ട് നമ്മൾക്ക് പണി തരാൻ വേണ്ടി അവസാനം ഒരു ടെക്നിക്കും കണ്ടുപിടിച്ചു. അങ്ങനെയാണല്ലോ ഓരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് മെനക്കൊണ്ടുണ്ടാക്കാനാണല്ലോ. അങ്ങനെ അവന്മാർ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. അവന്മാർ പറഞ്ഞേ ഒരു പണിയുണ്ട്. എന്ത് ചെയ്താന്നറിയോ? ബാങ്കിങ് ഓഫ് ഫ്രോഡ് ചെയ്താൽ മതി. എന്താ അവരെന്താ കണ്ടുപിടിച്ചെന്താ? അവർ പറഞ്ഞു ബാങ്കിങ് ഓഫ് ഫ്രോഡ് ചെയ്താൽ മതി. എന്താ ബാങ്കിങ് ഓഫ് ഫ്രോഡ്? ബാങ്കിൽ നിന്ന് പോയി ലോണൊക്കെ എടുത്തിട്ട് വന്ന് റോഡ് പണിയുന്നതിനാണോ ബാങ്ക് ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത്? അല്ല, അതല്ല ബാങ്ക് ഓഫ് ഫ്രോഡ്. ബാങ്ക് ഓഫ് ഫ്രോഡ് വേറെ സംഗതിയാണ്. ബാങ്കിങ് ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത് ഇതേ സർക്കുലർ റോഡിന്റെ ഔട്ടർ എഡ്ജ്. നമ്മുടെ റോഡിന് 2 എഡ്ജ് ഉണ്ട്. ഇത് ഇന്നർ എഡ്ജ്, ഇത് ഔട്ടർ എഡ്ജ്. കാണാൻ പറ്റില്ല അല്ലേ? ഇത് ഇന്നർ എഡ്ജ്, ഇതെന്താണ്? ഔട്ടർ എഡ്ജ്. ഈ സർക്കുലർ റോഡിന്റെ ഔട്ടർ എഡ്ജ് നൈസായിട്ടൊന്ന് പൊക്കുക. ഔട്ടർ എഡ്ജ് എന്ത് ചെയ്യുക? നൈസായിട്ടൊന്ന് പൊക്കുക. ഔട്ടർ എഡ്ജ് നൈസായിട്ട് പൊക്കിക്കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ചു ഈ പോകുന്ന സ്പീഡിനേക്കാൾ കൂടുതൽ വേഗതയിൽ പോകാനായിട്ട് സാധിക്കും. അവിടെ വിയർ ആൻഡ് ടിയർ കുറയ്ക്കാൻ സാധിക്കുമെന്ന് എഞ്ചിനീയർമാർ എന്ത് ചെയ്തു? പിൽക്കാലത്ത് കണ്ടുപിടിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പണിയുന്ന നിങ്ങൾ ഈ ചുരം കയറുമ്പോഴും അതുപോലെ തന്നെ വലിയ വലിയ വളവുകളൊക്കെ തിരിയുമ്പോഴും നമ്മുടെ ഈ കറക്റ്റ് പറയുവാണെങ്കിൽ നിങ്ങൾ കായംകുളത്തുനിന്ന് ഒരു വണ്ടിയൊക്കെ പിടിച്ചിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റിലൊക്കെ കയറി തോട്ടപ്പള്ളി വന്ന് ഇറങ്ങണം. തോട്ടപ്പള്ളി സ്ഥലം അറിയാലോ. ഈ തോട്ടപ്പള്ളിക്ക് ഒരു 4-5 കിലോമീറ്ററിന് മുമ്പ് കരുവാറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 7 കിലോമീറ്ററിന് മുമ്പ്. ആ കരുവാറ്റ കഴിഞ്ഞ് TB ജംഗ്ഷൻ ഉണ്ട്. ആ TB ജംഗ്ഷനും കഴിഞ്ഞ് വരുമ്പോൾ ഒരു വലിയ വളമുണ്ട്. കൊട്ടാരം വളം എന്നൊക്കെയാണ് വിളിക്കുന്ന പേര്. ഒരു വലിയ വളമാണ്. ഒരു 90 ഡിഗ്രി ഉള്ള ടേണിംഗ് ആണ്. 90 ഡിഗ്രി എന്ന് വെച്ചാൽ അറിയാം, ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്ന അതിനാണ് 90 ഡിഗ്രി. ഒരു 90 ഡിഗ്രി ടേണിങ്ങിന് അവർ കർവ്ഡ് റോഡാക്കി മാറ്റിയിരിക്കുകയാണ്. വലിയൊരു വളമാണ് കേട്ടോ. 90 ഡിഗ്രിയാണത്. ഈ റോഡ് നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റോഡ് ഇങ്ങനെ ചരിഞ്ഞ് പണിതിരിക്കുകയാണ്. എന്തിനാണ് ചരിഞ്ഞ് പണിതിരിക്കുന്നത്? ഒരു രസമല്ലേ? റോഡിന്റെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ മുകളിൽ പോകുന്നവരെ കാണാൻ വേണ്ടിയാണ് ചരിഞ്ഞ് പണിതിരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചാൽ വേറെ വല്ലതും പറയും. അപ്പോൾ ഇതിങ്ങനെ ചരിച്ച് പണിതിരിക്കുകയാണ്. അതായത് ഇതിന്റെ ഔട്ടർ എഡ്ജ് ഒന്ന് പൊക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്. അപ്പോൾ എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക എന്താണ്? ഒരു സർക്കുലർ റോഡിന്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാൾ ഒന്ന് പൊക്കി വെക്കുക, ഉയർത്തി വെക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് വിളിക്കുന്നത്.
ഇനി ബാംഗ്ലൂർ റോഡിലൂടെ ആ ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ വിയർ ആൻഡ് ടിയർ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ റോഡാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് ആ റോഡ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം, സാറേ ഇത് മല കയറാൻ പോകുന്ന വണ്ടിയാണോ എന്ന് ചോദിക്കാം, സാധ്യതയുണ്ട്. ഈ റോഡിനെ നമ്മൾ ആ റോഡിനകത്ത് ഒരു വെട്ടിമുറിച്ചു. റോഡിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ റോഡ്. ഈ റോഡ് ഇങ്ങനെ ഞാൻ ഈ ബോർഡിൽ ഇങ്ങനെ വരക്കുവാണ്. ഈ റോഡിൻ്റെ ഔട്ടർ എഡ്ജ് പൊങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇത് 2 ഡയമെൻഷനിലാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ റോഡിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു പിച്ചാത്തി എടുത്ത് റോഡിനെ മുറിച്ചു. ഇതിൻ്റെ ഔട്ടർ എഡ്ജ് പൊങ്ങിയിരിക്കുകയാണ്. റോഡിനെ പിച്ചാത്തി എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, മുറിച്ചിട്ട് ആ ഒരു സെക്ഷൻ നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ. ആക്ച്വലി നമ്മുടെ റോഡെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കുണ്ട്, അതുപോലെ ഇങ്ങോട്ടേക്കുണ്ട്. ഇതാണ് നമ്മുടെ ആക്ച്വൽ റോഡ്. അതിൻ്റെ ഔട്ടർ എഡ്ജ് എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ പൊക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി ഓടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വണ്ടി ഓടുന്നത് ഇങ്ങനെയാണ്. ഈ റോഡിലൂടെ ഇങ്ങനെയാണ് വണ്ടി പോകുന്നത്. മനസ്സിലായോ? അതിനെ നമ്മൾ ജസ്റ്റ് വെട്ടിമുറിച്ച് വെച്ചിരിക്കുകയാണ്. ഐഡിയ മനസ്സിലായോ? ഇതാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. നേരത്തെ ഇരുന്ന റോഡ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു റോഡ് ഇരുന്നത് അല്ലേ? ഓക്കെ, ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. നേരത്തെ നമ്മുടെ റോഡ് ഇരുന്നത് ഇങ്ങനെയായിരുന്നു. ഓക്കെ അല്ലേ? സർക്കുലർ പാത്ത്. ഓക്കെ, നമ്മുടെ റോഡ് ഇരുന്ന ലെവൽ റോഡായിരുന്നു. ലെവൽ റോഡ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഔട്ടർ എഡ്ജ് ഒന്ന് പൊക്കി. ഓക്കെ, ഇതിൻ്റെ ഔട്ടർ എഡ്ജ് എന്ത് ചെയ്തു, ഒന്ന് പൊക്കി പണിതു. ഓക്കെ, റോഡ് ഇപ്പോഴും എന്ത് തന്നെയാണ്, സെയിം റോഡ് തന്നെയാണ്. പക്ഷെ എന്താ പ്രത്യേകത, ഔട്ടർ എഡ്ജ് ഒന്ന് പൊക്കി. ഔട്ടർ എഡ്ജ് എന്ത് ചെയ്തു, ഒന്ന് പൊക്കി പണിതിരിക്കുകയാണ്. കാര്യം മനസ്സിലായോടെ? അപ്പോൾ ഇതിനകത്തൂടെ നേരത്തെ വണ്ടി ഓടുന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ? ഇങ്ങനെയായിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇങ്ങനെ ഓടി മുന്നോട്ട് പോകും അല്ലേ? ഇപ്പോഴും ഓടുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താണ്, വണ്ടി ഒന്ന് ചരിഞ്ഞോടും. ഐഡിയ മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് വെച്ചാണ് നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ബാങ്കിങ് ഓഫ് റോഡ്, ഔട്ടർ എഡ്ജ് പൊക്കി വെച്ചിരിക്കുന്നു. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതിനകത്ത് നമ്മുടെ കാർ ഇരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg ആക്ടിങ് ഡൗൺവേർഡ്, നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്, ആൻഡ് ഫ്രിക്ഷൻ അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. ഫ്രിക്ഷൻ നേരെ തിരിച്ചാണ്. ബോഡി ഇങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി കാണിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും, ഇങ്ങോട്ടേക്കാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ ആണ് സാർ വരക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ റോഡിൻ്റെ സെൻറ്ററാണ്, സർക്കുലർ സെൻറ്ററാണിത്. ഓക്കെ, ഇതാണ് സെൻറ്റർ. ഓക്കെ, ഒന്നുമില്ല, റോഡ് ജസ്റ്റ് പൊക്കിയപ്പോഴത്തേക്കും നേരത്തെ സെൻറ്റർ എവിടെ ആയിരുന്നു, നേരത്തെ സെൻറ്റർ ഇവിടെ ആയിരുന്നു. റോഡൊന്ന് പൊക്കിയപ്പോഴത്തേക്കും സെൻറ്റർ കുറച്ചുകൂടെ മുകളിലോട്ട് പൊങ്ങിയെന്നു. ഓക്കെ, സെൻറ്റർ കുറച്ചുകൂടെ മുകളിലോട്ട് പൊങ്ങി. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് സെൻറ്ററിലോട്ടാണ് ഫോഴ്സ് വേണ്ടത് അല്ലേ? സെൻട്രിപിറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഈ ഫോഴ്സിനെ എങ്ങോട്ട് റിസോൾവ് ചെയ്യണം, സെൻറ്ററിലോട്ട് റിസോൾവ് ചെയ്യണം. അതിന് ഞാൻ ആദ്യം ഫ്രിക്ഷനെ റിസോൾവ് ചെയ്യുന്നു. ഫ്രിക്ഷനെ റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും, ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും. ഇത് ഫ്രിക്ഷനെ റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ ബാങ്ക്ഡ് റോഡിൻ്റെ ആംഗിൾ തീറ്റ. ഇത് 90 മൈനസ് തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ വരും. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും, FR കോസ് തീറ്റ. ഇതെന്തായിരിക്കും, FR സൈൻ തീറ്റ. ഇനി നോർമൽ റിയാക്ഷനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ ഒരു കമ്പോണൻറ്റ് മുകളിലോട്ട് വരും, ഒരു കമ്പോണൻറ്റ് ഇതേ സെയിം ഡയറക്ഷൻ. ഈ തീറ്റ, ഇത് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, n കോസ് തീറ്റ. ഇവിടെ എന്ത് വരും, n സൈൻ തീറ്റ. ഓക്കെ, ഇനി പറ, സെൻട്രലോട്ട് പോകുന്ന 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്, FR കോസ് തീറ്റയും n സൈൻ തീറ്റയും. അപ്പോൾ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ FR കോസ് തീറ്റ ആൻഡ് n സൈൻ തീറ്റ. കാരണം സെൻട്രലോട്ട് 2 പേരായിരിക്കും. നേരത്തെ സെൻട്രലോട്ട് ആര് മാത്രമേ ഉള്ളായിരുന്നു, FR കോസ് തീറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സെൻട്രലോട്ട് 2 പേരുണ്ട്, FR കോസ് തീറ്റയും n സൈൻ തീറ്റയും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരാളും കൊണ്ടല്ലോ, ഇവരെയും കൂടെ നമുക്ക് പരിഗണിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവരെ പരിഗണിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആരെയും കൂടെ പരിഗണിക്കാം, ഇവരെയും കൂടെ പരിഗണിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും FR സൈൻ തീറ്റ പ്ലസ് mg എന്തിന് ഈക്വൽ ആയിരിക്കും, n കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ നിന്നും mg ഈക്വൽ ടു n കോസ് തീറ്റ മൈനസ് FR സൈൻ തീറ്റ എന്ന് പറയാം. FR സൈൻ തീറ്റ. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ആറിൻ്റെ ഇക്വേഷൻ അറിയാലോ. എഫ് ആർ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ ആണ് അല്ലേ. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കിയേ. എഫ് സി എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. എഫ് സി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ്. ഇത് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഈ ഇക്വേഷനിലും ഈ ഇക്വേഷനിലോട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? എഫ് സിക്ക് പകരം എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് ആറിന് പകരം മ്യൂ എൻ കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ. അടുത്തത് എം ജി ഈക്വൽ ടു എൻ കോസ് തീറ്റ പ്ലസ് ആരും കൂടെ ഉണ്ട്, പ്ലസ് അല്ല മൈനസ് അല്ലേ, മൈനസ് എഫ് ആർ സൈൻ തീറ്റയാണ്. എഫ് ആർ സൈൻ തീറ്റയ്ക്ക് പകരം മ്യൂ എൻ സൈൻ തീറ്റ. ഇനി രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എം എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ബൈ ആർ ജി, ജി ചാടി മുകളിൽ കയറും, ഇസ് ഈക്വൽ ടു മ്യൂ എൻ കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എൻ സൈൻ തീറ്റ. ഇനി ചെയ്യേണ്ട പരിപാടി, ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ. ഇവിടെ മാത്രം ഡിവൈഡ് ചെയ്താൽ മതി, റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഈ ഒരു സാധനത്തിന്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നോക്കി? ഇക്വേഷൻ എന്ത് കിട്ടും നോക്കി? ബി സ്ക്വയർ ബൈ ആർ ജിക്ക് മാറ്റമൊന്നുമില്ല, ആർ ജി അതുപോലെ എഴുതുക, ഇസ് ഈക്വൽ ടു ഓരോ ഇക്വേഷനെ മൊത്തവും 4 ടേം ഉണ്ട്, ഓരോന്നിനും ഡിവൈഡ് ചെയ്യണം. മ്യൂ എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ ഒന്നാമത്തെ ആൾ പ്ലസ് എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ രണ്ടാമത്തെ ആൾ. അടുത്തത് എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ മൂന്നാമത്തെ ആൾ മൈനസ് മ്യൂ എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ നാലാമത്തെ ആൾ. വെട്ടിക്കളയാൻ പറ്റുന്നവരൊക്കെ വെട്ടിക്കളയുക, 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 വെട്ടിക്കളയുക. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. ഉണ്ടോ? ഇപ്പോൾ സൈനും കോസും ഒക്കെ കിടന്ന സാധനത്തിൽ ഇപ്പോൾ എന്ത് മാത്രമല്ല, ഇപ്പോൾ ടാൻ തീറ്റ മാത്രമേ അതിനുവേണ്ടി ഈ പരിപാടിയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? ബി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം നോക്കി എല്ലാവരും പോയി, ഇനി ഒരു മ്യൂ മാത്രമേ ഉള്ളൂ. മ്യൂ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, എന്നൊക്കെ പോയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്നും പോയി, കോസ് തീറ്റയും പോയി, ഇവിടെ 1 മാത്രമേ ഉള്ളൂ, മൈനസ് ഇവിടെ ഇനി എന്നും പോയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ, ഒരു മ്യൂ ഉണ്ട്, മ്യൂ ടാൻ തീറ്റ. ഇനി ആർ ജിനെ അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ബി സ്ക്വയറിൽ റൂട്ട് എടുക്കുക, അവസാനം കിട്ടുന്ന ഇക്വേഷൻ നോക്കുക. ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻടു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും, ചോദിച്ചിരിക്കും. 4 മാർക്ക് ഇത്രയും സാധനം കാണാപ്പാഠം പഠിക്കുമെങ്കിൽ കാണാപ്പാഠം പഠിച്ചിട്ട് പോവാം എന്ന് ഞാൻ പറയത്തില്ല, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അടുത്തലോട്ട് പോവാം. അടുത്തലോട്ട് പോകാനൊന്നുമില്ല, ചാപ്റ്റർ ക്ലോസ് ആയി. ഇനി നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യനും കൊണ്ട് വർക്കൗട്ട് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യനും കൊണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് total momentum of a system of many particles is proportional to the dash of the system. Okay, the rate of change of momentum. നമുക്കറിയാം rate of change of momentum എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പോൾ the rate of change of momentum is directly proportional to force. ഇവിടെ ആൻസർ എന്ത് കിട്ടി? ഇവിടെ ആൻസർ എന്താണ്? ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The force required to produce an acceleration 2 meter per second square of mass 2 kilogram is. അതായത് ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2 meter per second square ആണ്.
അതുപോലെ അവിടുത്തെ മാസ് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം ആണ് എങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കുക F = ma 2 × 2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ 4 ന്യൂട്ടൺ. ഇതിലൊന്നും സമയം കളയാനില്ല, കാരണം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ എ മിഷൻ ഗൺ ഫയേഴ്സ് എ ബുള്ളറ്റ് ഓഫ് മാസ് 40 ഗ്രാം. ബുള്ളറ്റിന്റെ മാസ് 40 ഗ്രാം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വിത്ത് വെലോസിറ്റി തന്നിട്ടുണ്ട് 1200 മീറ്റർ/സെക്കൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ദ മാൻ ഹോൾഡിംഗ് ഇറ്റ് ക്യാൻ എക്സർട്ട് എ മാക്സിമം ഫോഴ്സ്. ഒരാൾ അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പിടിക്കുന്ന ഫോഴ്സ് 14 ന്യൂട്ടൺ ആണ്. 14 ന്യൂട്ടൺ ഫോഴ്സിലാണ് അദ്ദേഹം അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ കാണുവാനില്ല. 144 ന്യൂട്ടൺ ആണ്. 144 ന്യൂട്ടൺ ഓൺ ദി ഗണ്ണ്. ഹൗ മെനി ബുള്ളറ്റ്സ്, ഞാൻ വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം. ഹൗ മെനി ബുള്ളറ്റ്സ് ക്യാൻ ബി ഫയേർഡ് പെർ സെക്കൻഡ് at the how many bullet can be fired per second at the most. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഒരു മിഷൻ ഗൺ ഉണ്ട്. മിഷൻ ഗണ്ണിന്റെ ബുള്ളറ്റിന്റെ മാസ് 40 ഗ്രാം ആണ്. അത് പോകുന്ന വെലോസിറ്റി 1200 മീറ്റർ/സെക്കൻഡ് ആണ്. ഒരാൾ അതിനെ ക്യാരി ചെയ്തിരിക്കുന്ന ഫോഴ്സ്, അതിന് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നിരിക്കുന്നത്, അതായത് സ്വാഭാവികമായിട്ടും ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന നേരത്ത് പുറകിലോട്ട് ഫോഴ്സ് എക്സെർട്ട് ചെയ്യുമല്ലോ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് 144 ന്യൂട്ടൺ ഫോഴ്സ് ആണ് എക്സെർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഒരു സെക്കൻഡിൽ എന്തുമാത്രം ബുള്ളറ്റ് പോകും. അവിടെ ടൈം തന്നിട്ടുണ്ട്, 1 സെക്കൻഡാണ് അവിടെ ടൈം വന്നിരിക്കുന്നത്. ടൈം 1 സെക്കൻഡ് എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബുള്ളറ്റ് ആണ്. നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, F = ma ആണല്ലേ. ഓക്കെ, F = ma. ഒരു ബുള്ളറ്റ് ആണെങ്കിൽ ma. n നമ്പർ ഓഫ് ബുള്ളറ്റ് ഉണ്ടെങ്കിലോ ഇക്വേഷൻ എന്താവും, F = n × m × a. മനസ്സിലായോ? ഒരു ബുള്ളറ്റ് ആണെങ്കിൽ ma. ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ബുള്ളറ്റ്, F = എന്താണ്, n × എന്താണ്, ma ആണ്. F = എന്താണ്, n × എന്താണ്, ma ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് n കണ്ടുപിടിക്കേണ്ടത്. n = F ഡിവൈഡഡ് ബൈ എന്താണ്, ma ആണ്. F ഡിവൈഡ് ബൈ ma. ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്ര ഫോഴ്സ്, 144. മാസ് തന്നിട്ടുണ്ട് 40 ആണ്. അപ്പോൾ 40 × 10⁻³ പക്ഷേ ആക്സിലറേഷൻ ഇല്ല. പകരം വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്. ആക്സിലറേഷൻ നമുക്കറിയാം, വെലോസിറ്റി ബൈ എന്താണ്, ടൈം ആണ്. വെലോസിറ്റി എത്രയാണ്, 1200 ആണ്. ടൈം തന്നിട്ടുണ്ട്, 1 സെക്കൻഡിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ടൈം എത്രയാണ്, 1 തന്നെയാണ്. അപ്പോൾ എന്താണ്, 1200 തന്നെയാണ് അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. 1200 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി എത്ര തന്നെയാണ്, 1200 തന്നെയാണ് കേട്ടോ. 1200 തന്നെയാണ്. 1200. ഓക്കെ, ഇനി വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയുക. അവസാനം കിട്ടുന്ന ആൻസർ എനിക്ക് തോന്നുന്നു 3 ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക. അവസാനം കിട്ടുന്ന ആൻസർ എന്താണ്, 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഈ ഇക്വേഷൻ പഠിച്ചു നോക്കുക. മിഷൻ ഗണ്ണിന്റെ കേസൊക്കെ ആണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. F = ma പകരം n × ma. കാരണം n നമ്പർ ഓഫ് ബുള്ളറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്തത്, എ ബ്ലോക്ക് ഓഫ് wood piece is placed on the surface. A force is applied parallel to the surface to move the body. The friction force developed act. Okay, question പറഞ്ഞിരിക്കുന്നത്, a block of wood piece is placed on a surface. The force is applied on the parallel to the surface to move the body. അതായത് ഒരു ബോഡീനെ ഒരു മുകളിൽ വെച്ചിരിക്കുന്നു, എന്ത് ചെയ്തിരിക്കുന്നു, ഫോഴ്സ് ഈസ് അപ്ലൈഡ് പാരലൽ ടു ദി സർഫസ് കൊടുത്തിരിക്കുന്നു, ഫോഴ്സ് കൊടുത്തു, ബോഡി മൂവ് ചെയ്തു. എങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ബോഡിക്ക് അങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇത് ഫ്രിക്ഷൻ. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, എ ബ്ലോക്ക് ഓഫ് മാസ് m is placed on a flat surface of a force is applied to move it parallel to the surface.
ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഡെവലപ്ഡ് ഈസ് പ്രപ്പോർഷണൽ ടു, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എ സ്ക്വയർ ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി, ബി മാസ് ഓഫ് ദി ബോഡി, സി റെസിപ്രോക്കൽ ഓഫ് ദി ബോഡി ആൻഡ് ഡി റെസിപ്രോക്കൽ ഓഫ് ദി സ്ക്വയർ ഓഫ് ദി ബോഡി. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫോഴ്സ് ആരുമായിട്ടാണ് മക്കളെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫോഴ്സ് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫോഴ്സ് മാസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? അടുത്ത ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം മ്യൂ ഇൻറ്റു എൻ ആണ്. മ്യൂ എൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എം ഇൻറ്റു എന്താണ് എൻ, നമുക്കറിയാം എം ജി ആക്ടിങ് ഡൗൺവേർഡ്, നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്. ഇവിടെ നിന്നും എൻ ഈസ് ഈക്വൽ ടു എന്താണ് എം ജി ആണ്. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എം ജി ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? മാസ് ആണ് അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? മാസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മാസ് ഓഫ് ദി ബോഡി. ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണെങ്കിൽ എ ബോഡി ഓഫ് മാസ് 4 കിലോഗ്രാം 5 കിലോഗ്രാം, രണ്ട് ബോഡി ഉണ്ട്. ഒന്നാമത്തെ ബോഡിയുടെ മാസ് 4 കിലോഗ്രാം, രണ്ടാമത്തെ ബോഡിയുടെ മാസ് 5 കിലോഗ്രാം ആർ ആക്റ്റഡ് അപ്പോൺ ബൈ ദി സം ഫോഴ്സ്. The acceleration of lighter body is 2 meter per second square. The acceleration of heavier body is, heavier bodyയുടെ acceleration കണ്ടുപിടിക്കണം. ലൈറ്റർ ബോഡിയുടെ acceleration for 2 meter per second ആണ് എങ്കിൽ ഹെവിയർ ബോഡിയുടെ കണ്ടുപിടിക്കണം. കൊടുക്കുന്ന രണ്ടിടത്തും കൊടുക്കുന്ന ഫോഴ്സ്, ഇപ്പോൾ ഒരു ലൈറ്റർ ബോഡി ഉണ്ട്, ഒരു ഹെവിയർ ബോഡി ഉണ്ട്, M1ഉം M2 ഉണ്ട്. കൊടുക്കുന്ന ഫോഴ്സ് ശ്രദ്ധിക്കുക മക്കളെ, എന്താണ് അവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്? ഇവിടെ എഫ് ആണെങ്കിൽ ഇവിടെയും കൊടുക്കുന്ന ഫോഴ്സ് എന്ത് തന്നെ? എഫ് തന്നെ. ഇയാൾ പോകുന്നത് 2 meter per second square, ഇയാൾ പോകുന്ന ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? നമ്മളിപ്പം ഇവിടുത്തെ M1 തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് കേസിൽ നിന്ന് നമുക്ക് ആ ഫോഴ്സിനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഫസ്റ്റ് കേസിൽ നമുക്ക് ആ ഫോഴ്സിനെ കണ്ടുപിടിക്കാം. എഫ് ഈസ് ഈക്വൽ ടു ബി നോ ദാറ്റ് എം ഇൻറ്റു എ. ഒന്നാമത്തെ കേസിൽ മാസ് ഉണ്ട്, എത്രയാണ്? 4. ആക്സിലറേഷൻ ഉണ്ട് ഒന്നാമത്തെ കേസിൽ. എന്താണ് ആക്സിലറേഷൻ പറഞ്ഞിരിക്കുന്നത്? 2 meter per. അപ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. 8 ന്യൂട്ടൺ ആണ് അവിടുത്തെ ഫോഴ്സ്. 8 ന്യൂട്ടൺ. ഓക്കെ, ദെൻ നമുക്ക് ഫോഴ്സ് കിട്ടി. അപ്പോൾ ഇവിടെ എത്ര തന്നെയായിരിക്കും? 8 ന്യൂട്ടൺ തന്നെയായിരിക്കും. എങ്കിൽ നമുക്ക് അടുത്ത ആരെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ബോഡിയുടെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എന്താണ്? എം ആണ്. എഫ് എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ 8 നമുക്ക് എത്ര കിട്ടും? 1 meter per second square എന്ന് കിട്ടും. ഓക്കെ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഡിഫൈൻസ്. എന്തിനെ കുറിച്ചാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്? ഫോഴ്സിനെ കുറിച്ച്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ആരെ കുറിച്ചാണ് പറയുന്നത്? ഫോഴ്സിനെ കുറിച്ച്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, എ ബുള്ളറ്റ് ഓഫ് മാസ് 25 ഗ്രാം, അതായത് 25 ഇൻറ്റു 10⁻³ സെൻറ്റിമീറ്റർ, 10⁻³ കിലോഗ്രാം. വെലോസിറ്റി തന്നിട്ടുണ്ട് 200 ആണ്. വെലോസിറ്റി തന്നിട്ടുണ്ട് 200 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 200 ഇൻറ്റു സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി 10⁻² മീറ്റർ പെർ സെക്കൻഡ് ആയത്. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റോപ്പ്ഡ് വിത്തിൻ 5 സെൻറ്റിമീറ്റർ. ദ ആവറേജ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ടാർഗറ്റ്. ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ബുള്ളറ്റ് ഒരു വാളാണ് സങ്കല്പിക്കുക. ഓക്കെ, ഈ വാളിലോട്ട് ബുള്ളറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്തു. ഈ വാളിലൂടെ തുളഞ്ഞു കയറി. ഏകദേശം ഇത്രയും പോർഷൻ വരെ തുളഞ്ഞു കയറിയപ്പോഴത്തേക്കും ബുള്ളറ്റ് എന്തിൽ വന്നു? റെസ്റ്റിൽ വന്നു. ഇത്രയും പോർഷനിലെത്തി ബുള്ളറ്റ് റെസ്റ്റിൽ വന്നു. അപ്പോൾ ഇവിടെ വന്ന് ബുള്ളറ്റ് റെസ്റ്റിൽ. ഇത്രയും പോർഷനാണ് ബുള്ളറ്റ് അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത്, ഇത്രയും പോർഷൻ പെനിട്രേറ്റ് ചെയ്തിട്ട് ബുള്ളറ്റ് റെസ്റ്റിൽ വന്നു. ഓക്കെ അല്ലേ? അത് എത്ര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്? അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, 5 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യന് പറയുന്നുണ്ട് 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 ഇൻറ്റു 10⁻² മീറ്റർ എന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? എങ്കിൽ
സ്വാഭാവികമായിട്ടും ബുള്ളറ്റ് വന്ന് റെസ്റ്റിൽ വരിക ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാള് അതിന് റെസിസ്റ്റീവ് ഫോഴ്സ് കൊടുക്കത്തില്ലേ, ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുക്കത്തില്ലേ, അതുകൊണ്ടല്ലേ അവർ നിന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിന് ഇത് ഇപ്പുറത്തൂടെ തുളച്ചേറി പോകത്തില്ലായിരുന്നു. അതായത് 200 ഇൻറ്റു 10⁻²-2 മീറ്റർ പെർ സെക്കൻഡിൽ വന്ന ആ ബുള്ളറ്റ് ഇവിടെ എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി, ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണിത്, അതിന്റെ അപ്പം ഇനിഷ്യൽ വെലോസിറ്റി ആണിത്. അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്തായി മാറി? ഇവിടെ എത്തിയപ്പോൾ അതിന്റെ 5 സെന്റിമീറ്റർ തുളഞ്ഞ് കയറിയപ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയിട്ട് മാറി. അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. എങ്കിൽ അവിടുത്തെ ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല മക്കളെ, വളരെ സിമ്പിൾ ആണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതുക. F = എന്താണ്? m×a. മാസ് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. എങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്താണ്? ടൈം. എന്താണ് മക്കളെ ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്? 0. ഞാൻ റെസ്റ്റിൽ വന്നില്ലേ, അത് 5 സെന്റിമീറ്റർ കയറിയിട്ട് റെസ്റ്റിൽ വന്നു. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 200 ഗുണം 10⁻² ഡിവൈഡഡ് ബൈ ടൈം. അതിനടുത്ത സമയം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ മനസ്സിലായി ഈ ഇക്വേഷൻ കൊണ്ട് നടപടിയാകുന്ന കേസല്ല ഇത്. കാരണം ടൈമില്ല. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് മോഷനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഏതൊക്കെയാണ്? v = u + at, x = ut + ½ at², v² = u² + 2ax. മൂന്നാമത്തെ ഇക്വേഷൻ വെച്ച് കളി നടത്താൻ പറ്റും. ഏതാ ഇക്വേഷൻ? മൂന്നാമത്തെ ഇക്വേഷൻ v² = u² + 2ax. എന്തുകൊണ്ടാണ് സാർ ഈ ഇക്വേഷൻ എടുത്തത്? ഇവിടെ ആക്സിലറേഷനെ കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ വെലോസിറ്റി 0 ആണ് നമുക്കറിയാം. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. എല്ലാം ഇവിടെ ഇല്ലേ? പിന്നെ എന്തിനാ ആദ്യത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്? വേണ്ട, ഇത്. അപ്പൊ ഇവിടെ നിന്നും ആക്സിലറേഷൻ = -v² അല്ല u², v² 0, u² ബൈ 2x എന്ന് കിട്ടി. മൈനസ് u എത്രയാണ്? 200 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് എത്രയാണ്? 5 ഇൻറ്റു 10⁻². ഓക്കെ, 10⁻² എന്ന് വരും. ഓക്കെ, ഇവിടെ നിന്നും വെട്ടിക്കളയാൻ പറ്റുന്നവരൊക്കെ വെട്ടിക്കളഞ്ഞ് ആൻസറിലോട്ട് എത്തുക. നോക്കാം, നമുക്കൊന്ന് വെട്ടിക്കളയാൻ പറ്റും നോക്കാം. 200 ഇൻറ്റു 200 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 10⁻². 10⁻² 10⁻² വരും ഇവിടെ. 2ഉം 100ഉം ഇവിടെ 100 വരും. 5ഉം 100ഉം കൂടെ വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 20 വരും. 20 ഇൻറ്റു 200 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 10⁻²ൻ്റെ ഈ 0 വെട്ടിക്കളയാം. 2 ഗുണം 20 എന്ന് പറയുന്നത് 40 ആണ്. 40 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. അപ്പം F = m×a ആണ്. m നമുക്കറിയാം 25 ഇൻറ്റു 10⁻³ ഇൻറ്റു 40 ആണ്. കാൽക്കുലേറ്റർ ചെയ്താൽ മതി കേട്ടോ. 40ൻ്റെ 0 ഇതും വെട്ടിക്കളഞ്ഞാൽ -2 കിട്ടും. 5 ഗുണം 4 ഗുണം 25 100 ആണ്. 100 ഇൻറ്റു 10⁻² 1 ആണ്. അവസാന ഉത്തരം കിട്ടും 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. മാക്സിമം കാൽക്കുലേറ്റർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് അതൊരു പ്രാക്ടീസും കൂടിയാകും കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലത്തിനൊക്കെ കാൽക്കുലേറ്റർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇതൊക്കെ ഡയറക്റ്റ് കിട്ടുന്ന ആൻസറാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് ഈ കലാപരിപാടി തൽക്കാലം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നിർത്താം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് ചെറിയ ക്വസ്റ്റ്യൻ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എ ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് എബോ എ ടേബിൾ. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. നമുക്കറിയാം ഒരു ബ്ലോക്കിനെ നമ്മളൊരു സർഫസിനെ മണ്ടക്ക് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം എന്താ? ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബോഡി മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കണം, അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യണം. ഒരു ചുമ്മാതൊരു വസ്തുവിനെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ ഫ്രിക്ഷൻ ഉണ്ടോ? ഒരിക്കലും അതിനെന്തില്ല, ഫ്രിക്ഷൻ ഇല്ല. ദർ ഈസ് നോ ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഈസ് കാൾഡ്.
നമുക്ക് എല്ലാവർക്കും അറിയാം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. The area under force time graph. Area under force time graph. ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണ്? ഒന്നുമില്ല മക്കളെ, ഫോഴ്സ് ടൈം നിങ്ങളിപ്പോൾ ഏത് ഗ്രാഫിന്റെ ഏരിയ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഈ റെക്റ്റാങ്കിൾ ഏരിയ ഒന്ന് കണ്ടുപിടിക്കുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു എന്ത് കിട്ടും? ടൈം കിട്ടും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് കിട്ടി. ഫോഴ്സിൻ്റെ ടൈം നമുക്കറിയാം എന്താണ്? ഇമ്പൾസ് ആണ്. അപ്പോൾ ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ഗിവ്സ് ഇമ്പൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. If two highly polished surfaces are placed in contact and try to move on one over the other, does the friction, നമുക്കറിയാം ഒരു ബോഡീനെ ഒരു സർഫസിലൂടെ നമ്മൾ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് അത് ലിമിറ്റിംഗ് ഫ്രിക്ഷനിൽ വന്ന് പിന്നെ അത് കൈനറ്റിക് ഫ്രിക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അതിന്റെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് പറഞ്ഞു നിർത്താം. 15ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാം? തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് MD Nafia. ഓക്കെ, എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കാൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. ഒരു വലിയ ഫോഴ്സ് ഒരു വളരെ ചെറിയ ടൈമിൽ ആക്ട് ചെയ്യുന്നതാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പോൾ മൊമെന്റത്തിന്റെ യൂണിറ്റ് തന്നെയാണ് ഇമ്പൾസിന്റെ യൂണിറ്റ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ കൂടെ പഠിച്ചിട്ട് പോവാം. ഡയമെൻഷൻ ml (T⁻⁻1). ഓക്കെ, അടുത്ത് ബി ക്വസ്റ്റ്യൻ. എ ബില്ലിയാർഡ് ബോൾ. ഞാൻ പറഞ്ഞ ബില്ലിയാർഡ് ബോളിന്റെ കേസ് വരാൻ സാധ്യതയുണ്ടെന്ന്. ഇമ്പൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബില്ലിയാർഡ് ബോളിന്റെ മാസ് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മാസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, കൊളൈഡ് ആൻഡ് റീബൗണ്ടഡ് വിത്ത് ദി സെയിം സ്പീഡ്. വാട്ട് ഈസ് ദ ഇമ്പൾസ് ഫോഴ്സ് imparted to each ball due to each other? സംഭവം സിമ്പിൾ ആണ്. മാസും ഉണ്ട് സ്പീഡും ഉണ്ട്. ഇമ്പൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇമ്പൾസ് ഇസ് ഈക്വൽ നമ്മൾ തൊട്ടും പഠിച്ച ഇക്വേഷൻ 2 × mv. 2 × mv. ഓക്കെ, 2 ഇൻറ്റു മാസ് എത്ര? 0.05. വെലോസിറ്റി എത്ര? 6. ആൻസർ എത്ര കിട്ടി? IR 30. അപ്പോൾ 2 × 30 രണ്ട് സാധനം മറ്റു കുത്തലാൻ നേരത്ത് 0.3 കിട്ടും. 0.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻ നമുക്ക് തൽക്കാലം ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. PDF തരാം.